ാണ് ആമേൻ. സ്തോത്രം. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണ് 17-ാം സങ്കീർത്തനം. ദാവീദിൻ്റെ ഒരു പ്രാർത്ഥന എന്നാണ് ഈ സങ്കീർത്തനത്തെക്കുറിച്ച് നമുക്ക് കാണുവാൻ വേണ്ടി കഴിയുന്നത്. പ്രൈസ് ലോ, ഹല്ലേലൂയ. ദാവീദ് എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. വേദപുസ്തകത്തിൽ 3 നേരം പ്രാർത്ഥിക്കുന്ന വ്യക്തികളുടെ കൂട്ടത്തിലുള്ള ഒരു വ്യക്തിയാണ് ദാവീദ്. ദാനിയേലും ദാവീദും ദിവസം 3 നേരം പ്രാർത്ഥിക്കുന്നതായിട്ട് വേദപുസ്തകത്തിൽ നമുക്ക് പഠിക്കുവാൻ വേണ്ടി കഴിയും. പ്രൈസ് ലോ. അതുകൊണ്ട് ദാവീദ് ഒരു പ്രാർത്ഥനാ മനുഷ്യനായിട്ട് വേദശാസ്ത്രിമാർ ആമേൻ അഭിപ്രായപ്പെടുകയാണ്. പ്രൈസ് ലോ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദാവീദ് ഒരു പ്രാർത്ഥനാ മനുഷ്യനല്ലായിരുന്നു എങ്കിൽ ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്ന പേരിന് അർഹനാകത്തില്ലായിരുന്നു. ഒരു ദൈവം പ്രാർത്ഥനാ മനുഷ്യനായതുകൊണ്ടാണ്, എപ്പോഴും പ്രാർത്ഥിക്കുന്നവനായതുകൊണ്ടാണ് ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്ന പേരിന് ഈ ദാവീദ് അർഹനായി തീർന്നത്. ദാവീദിനൊരു പ്രശ്നം വരുമ്പോൾ, ദാവീദിനൊരു പ്രതികൂലം വരുമ്പോൾ, നമ്മൾക്കൊക്കെ ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ പ്രാർത്ഥനയും നിർത്തി, ആരാധനയും നിർത്തി, പള്ളിയിൽ പോക്കും നിർത്തി, ദൈവകൃപയും കളഞ്ഞ് എല്ലാം നഷ്ടം, ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് നമ്മൾ എന്തു ചെയ്യും? എവിടെയെങ്കിലും ചുരുണ്ടുകൂടി ആമയിരിക്കും. പക്ഷേ ദാവീദ് അങ്ങനെയല്ല. പ്രശ്നം വരുമ്പോഴാണ് ദൈവത്തോട് കൂടുതലായി അടുക്കുന്നത്. ചിലർ പ്രശ്നം വരുമ്പോഴേ കൂടുതൽ അടുക്കത്തുള്ളൂ. പക്ഷേ ദാവീദിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലത്തും, പ്രശ്നമുള്ള കാലത്തും പ്രശ്നമില്ലാത്ത കാലത്തും ദൈവത്തെ സ്തുതിക്കുന്ന ഒരു മനോഭാവം ദാവീദിനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ദാവീദ് സങ്കീർത്തനത്തിൽ പറഞ്ഞ്, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. അവൻ്റെ സ്തുതി എപ്പോഴും, എല്ലാ കാലത്തും, കഷ്ടകാലത്തും നല്ല കാലത്തും മഴക്കാലത്തും വെയിൽക്കാലത്തും ശീതകാലത്തും ഉഷ്ണകാലത്തും ആമേൻ എല്ലാ കാലത്തും വാഴ്ത്തുന്ന ഒരു വ്യക്തിയായിരുന്നു ദാവീദ്. ഹല്ലേലൂയ. അതുകൊണ്ട് ആ സങ്കീർത്തനത്തിൽ ദാവീദിന് പറയുവാനൊരു ആംബിയർ ഉണ്ടായിരുന്നു, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. അങ്ങനെയുള്ള ദൈവമക്കൾ എത്ര പേരുണ്ട്? എല്ലാ കാലത്തും അങ്ങനെ വാഴ്ത്താൻ നമുക്ക് പറ്റുമോ? അങ്ങനെ ഒരു മനോഭാവം നമുക്ക് കിട്ടുമോ? എല്ലാ കാലത്തും എൻ്റെ ജീവിതത്തിൽ കഷ്ടകാലം വരുമ്പോൾ, നല്ല കാലം വരുമ്പോൾ, പ്രതികൂലമായ അനുഭവം വരുമ്പോൾ, ഉയർച്ച വരുമ്പോൾ, താഴ്ച വരുമ്പോൾ, നന്മ വരുമ്പോൾ, തിന്മ വരുമ്പോൾ, എല്ലാ കാലത്തും ഞാൻ യഹോവയെ വാഴ്ത്തും, യഹോവയെ ആരാധിക്കും, യഹോവയെ സ്തുതിക്കും, യഹോവയെ മഹത്വപ്പെടുത്തും, ദൈവസന്നിധിയിൽ വരും, ദൈവസന്നിധിയിൽ ഇരിക്കുമെന്ന് എത്ര പേർക്ക് അത് തുറന്ന മനസ്സോടെ പറയുവാൻ വേണ്ടി കഴിയും? അവരെ കർത്താവ് സ്നേഹിക്കുകയാണ്. ആ കരങ്ങളെ വീശി നമ്മുടെ കർത്താവിനൊരു മഹത്വം എടുക്കുക. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. അവൻ്റെ സ്തുതി എപ്പോഴും, വല്ലപ്പോഴും എന്നല്ല, എപ്പോഴും. നമ്മൾ ശ്വാസം എടുത്ത് വിടുന്നത് പോലെ, ശ്വാസോച്ഛ്വാസം ചെയ്യുന്നത് പോലെയാണ് ദൈവത്തിന് മഹത്വം കൊടുക്കുന്നത്. ഞാൻ എൻ്റെ മഹത്വം മറ്റാർക്കും വിട്ടുകൊടുക്കത്തില്ലെന്ന് പറഞ്ഞ ദൈവം ആഗ്രഹിക്കുന്ന ഒന്ന് നമ്മുടെ ബാങ്ക് ബാലൻസ് അല്ല. ദൈവം ആഗ്രഹിക്കുന്ന ഒന്ന് നമ്മുടെ കുറച്ച് വസ്തുവകകളല്ല. ദൈവം ആഗ്രഹിക്കുന്ന ഒന്ന് എന്തെങ്കിലും കാര്യങ്ങളല്ല. ദൈവം ആഗ്രഹിക്കുന്ന ഒന്നേ ഉള്ളൂ, ഒന്നേ കാലില്ല, ഒന്നേ ഉള്ളൂ. അത് മഹത്വമാണ്. മഹത്വം കർത്താവ് ആർക്കും കൊടുക്കത്തില്ല. അത് വിഗ്രഹങ്ങൾക്ക് കൊടുക്കത്തില്ല, അത് ബിംബങ്ങൾക്ക് കൊടുക്കത്തില്ല, അത് മനുഷ്യന് കൊടുക്കത്തില്ല, അത് മൃഗങ്ങൾക്ക് കൊടുക്കത്തില്ല, അത് നാൽക്കാലികൾക്ക് കൊടുക്കത്തില്ല, നമുക്ക് മൃഗജാലങ്ങൾക്ക് കൊടുക്കത്തില്ല. മഹത്വം കർത്താവ് ആർക്കും വിട്ടുകൊടുക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ദൈവത്തിന് കൊടുക്കാൻ കഴിയുന്ന ഒന്ന് മഹത്വമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നമ്മളെവരെയും സഹായിക്കട്ടെ. ആമേൻ. അങ്ങനെയുള്ള ഒരു മനുഷ്യനായിരുന്നു ദാവീദ്. ദാവീദ് ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള ഒരു മനുഷ്യനായിരുന്നു. പ്രൈസ് ദി ലോർഡ്. തെറ്റുകുറ്റങ്ങളൊക്കെ ദാവീദിൻ്റെ ജീവിതത്തിൽ വന്നു. കഴിഞ്ഞ ആഴ്ച ഞാൻ ഓർമ്മിപ്പിച്ചതുപോലെ ഒറ്റ നോട്ടത്തിൽ പ്രധാനപ്പെട്ട 3 കൽപ്പനകളൊക്കെ തെറ്റിച്ചു ദാവീദ്. പക്ഷേ എങ്കിലും അതോടെ ആമേൻ ദൈവത്തെ വിട്ട് ദൈവവും കളഞ്ഞില്ല, ദൈവത്തെയും കളഞ്ഞില്ല. ദൈവസന്നിധി നെടുമ്പാട് വീണ് കരയുവാനിടയായി. പക്ഷേ നമ്മൾ അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വമായി പാപം ചെയ്താൽ, തെറ്റ് ചെയ്താൽ നമുക്ക് വേണ്ടി ഇനിയൊരു യാഗമില്ല. ഇന്നേക്ക് 2024 വർഷങ്ങൾക്ക് മുമ്പ് ആമേൻ നമുക്കൊരു യാഗമായി
കർത്താവ് മാറിയത് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്താനാ, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയാ. ഇനിയും മനഃപൂർവ്വമായി നമ്മൾ പാപം ചെയ്താൽ ഇനിയൊരു യാഗം നമുക്ക് വേണ്ടി ശേഷിക്കുന്നില്ല, ഇനിയൊരു യാഗം നമുക്കില്ല. അതുകൊണ്ട് മനഃപൂർവ്വമായി നമ്മൾ വീണ്ടും വീണ്ടും പാപം ചെയ്യാൻ പോകാതെ, പാപത്തിൽ വീഴാതെ പരിശുദ്ധനായ ദൈവത്തോടടുത്ത് വിശുദ്ധ ജീവിതം നയിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ 17-ാം സങ്കീർത്തനം മുഖവരകൾ പറഞ്ഞ് സമയം കളയുന്നില്ല. അതിൻ്റെ അവസാനത്തെ വാക്യം ഒന്ന് വായിച്ചേ. ഞാനോ നീതിയിൽ നിന്റെ മുഖത്തെ കാണും, ഞാൻ ഉണരുമ്പോൾ ഞാൻ നിന്റെ രൂപം കണ്ട് തൃപ്തനാകും. ഞാൻ ഇതിനു മുമ്പും ഈ വാക്യം ഇവിടെ വായിച്ച് പ്രസംഗിച്ചിട്ടുണ്ട്. അന്ന് പറഞ്ഞതൊന്നും ഇന്ന് ഓർമ്മിപ്പിക്കാൻ താല്പര്യപ്പെടുന്നുമില്ല. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എനിക്ക് ഈ സങ്കീർത്തനത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വചനമാണ്. ബാക്കിയെല്ലാം ഇഷ്ടമല്ലെന്നല്ല, എല്ലാം നല്ല വചനമാണ്. നമ്മളെ ഏറ്റവും ഇഷ്ടപ്പെടുത്തുന്ന ഒരു വചനം ഉണ്ടല്ലോ, എല്ലാ ആഴ്ചയിലും നമ്മളെ സന്തോഷിപ്പിക്കുന്ന, ഇഷ്ടപ്പെടുത്തുന്ന ഒരു വചനമുണ്ട്. എല്ലാവരും സാക്ഷ്യം, പണ്ടൊക്കെ സാക്ഷ്യം പറഞ്ഞിട്ട് എല്ലാവരും എന്നെ സന്തോഷിപ്പിച്ച, എന്നെ ഒന്നുകൂടെ പ്രചോദിപ്പിച്ച, എന്നെ ധൈര്യപ്പെടുത്തിയ, എന്നെ ഒന്ന് പ്രോത്സാഹിപ്പിച്ച, എനിക്ക് ഒരു സന്തോഷം പകർന്ന ഒരു വചനം എന്ന് പറഞ്ഞ് ഒരു വചനമൊക്കെ വായിച്ചിരിക്കാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. പണ്ട് സാക്ഷി പറയുന്നവരൊക്കെ അങ്ങനെ ചെയ്യുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കാരണം വചനമാണ് നമ്മളെല്ലാവരെയും നിലനിർത്തുന്നത്. എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനം അല്ലേ, അത് വെറുതെ എൻ്റെ അരികിലേക്ക് മടങ്ങി വരത്തില്ലെന്ന് പറഞ്ഞതുപോലെ വചനമാണ് നമ്മളെ നിർത്തുന്നത്, വചനമാണ് നമ്മളെ ശക്തീകരിക്കുന്നത്, വചനമാണ് നമ്മളെ ഉയർത്തുന്നത്, വചനമാണ് നമ്മളെ അനുഗ്രഹിക്കുന്നത്, വചനമാണ് നമുക്ക് ആവശ്യമുള്ളതെല്ലാം തരുന്നത്, വചനമാണ് നമ്മളെ എല്ലായിടവും എത്തിക്കുന്നത്. ലോകത്തിൽ ഏറ്റവും പവർഫുള്ളായത് ദൈവത്തിൻ്റെ വചനമാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുമ്പിൽ ഒന്നിനും പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുമ്പിൽ ആർക്കും പിടിച്ചു നിൽക്കുവാൻ കഴിയത്തില്ല. ദൈവത്തിൻ്റെ വചനം അത് പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയാണ്. ദൈവത്തിൻ്റെ വചനം അത് തീ പോലെയാണ്. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുമ്പിൽ ആർക്കും നിൽക്കാനോ പിടിച്ചു നിൽക്കുവാനോ കഴിയത്തില്ല. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ആ വചനം യോഹന്നാൻ 1:14 കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മളുടെ ഇടയിൽ വന്നു പാർത്തു. ആ വചനമാണ് കർത്താവായ യേശു ക്രിസ്തു. ആ വചനത്തിൻ്റെ മുമ്പിൽ ഇന്നേ വരെ പിടിച്ചു നിന്ന ഒരന്ധകാര ശക്തികളുമില്ല. ആ വചനത്തിൻ്റെ മുമ്പിൽ ഇന്നേ വരെ പിടിച്ചു നിന്ന ഒരു ശക്തികളുമില്ല. വചനത്തിൻ്റെ മുമ്പിൽ ആർക്കും പിടിച്ചു നിൽക്കുവാൻ കഴിയത്തില്ല. അതാണ് സാക്ഷാൽ വചനം, കർത്താവായ യേശു ക്രിസ്തു. പ്രൈസ് ദി ലോർഡ്. ആ വചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. ഞാനോ നീതിയിൽ നിന്റെ മുഖത്തെ കാണും, ഞാൻ ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് തൃപ്തനാകും. പ്രൈസ് ദി ലോർഡ്. ഉണരുമ്പോൾ രൂപം കണ്ട് തൃപ്തനാകും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനമാണ് ഞാനിവിടെ വായിച്ച് കേൾപ്പിച്ചത്. ഈ വചനം വായിച്ച് എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം ഒരു സന്തോഷം തോന്നുന്നുണ്ട്? ഈ വചനം കേട്ടപ്പോൾ എത്ര പേർക്ക് സന്തോഷം തോന്നുന്നുണ്ട്? ഞാനോ നീതിയിൽ നിന്റെ മുഖത്തെ കാണും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ. നീതിയിൽ നിന്റെ മുഖത്തെ കാണും. ദൈവത്തിൻ്റെ മുഖത്തെ കണ്ടാലേ നമ്മുടെ ജീവിതത്തിൽ ഒരു സന്തോഷമുണ്ടാകത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഒന്ന് നമ്മളെ തന്നെ കാണണം. ഹല്ലേലൂയ. ഒന്നാമത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ദൈവത്തെക്കുറിച്ച് നമുക്കൊരു പരിജ്ഞാനം ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെക്കുറിച്ച് നമുക്കൊരു, ദൈവം ആരെന്ന്, ദൈവത്തെക്കുറിച്ച് വ്യക്തമായൊരു വിഷൻ, ഒരു വെളിപ്പാട് നമുക്ക് ഉണ്ടായാലേ നമുക്ക് ശരിക്കും ദൈവത്തെ സ്നേഹിക്കാനും സേവിക്കാനും കഴിയത്തുള്ളൂ. പലരും പലരെക്കുറിച്ചും ഒക്കെ വിഷൻസ് ഉണ്ട്, വെളിപ്പാടുകളുണ്ട്. പക്ഷേ ദൈവത്തെ ആരാധിക്കാൻ ഇറങ്ങിത്തിരിച്ച് വർഷം ഇത്രയായിട്ടും ദൈവത്തെക്കുറിച്ചൊരു പരിജ്ഞാനമില്ല, ദൈവത്തെക്കുറിച്ചൊരു വെളിപ്പാടില്ല, ദൈവത്തെക്കുറിച്ചൊരു ശരിക്കും ഒരു രൂപരേഖ കിട്ടിയിട്ടില്ല. രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെടാൻ പറഞ്ഞു, സ്നാനപ്പെട്ടു, അഭിഷേകമെന്ന് പറഞ്ഞു, അന്യഭാഷയും പറഞ്ഞു, എല്ലാമൊക്കെയാണ്. ഇത്ര വർഷം കൊണ്ട് പള്ളിയിൽ വരുന്നു, മുടങ്ങാതെ കാണിക്കയിടുന്നു, സ്വോത്രക്കാഴ്ച ഇടുന്നു, വരുന്നു, പോകുന്നു, ഒക്കെ ചെയ്യുന്നു. എങ്കിലും ദൈവമാരെന്ന് ശരിക്കൊരു വെളിപ്പാട്
ഇന്നുവരെ പലർക്കും പ്രാപിച്ചെടുക്കുവാൻ വേണ്ടി കഴിഞ്ഞില്ല. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം നമ്മൾ 6-ാം അധ്യായം പഠിക്കുമ്പോൾ യെശയ്യാവിന് ഒരു വെളിപ്പാട് അവിടെ ലഭിക്കുന്നത് നമുക്ക് കാണുവാൻ വേണ്ടി കഴിയും. പ്രൈസ് ലോ, ആമേൻ. അവിടെ ആ 6-ാം അധ്യായത്തിൽ യെശയ്യാവ് സർവശക്തനായ ദൈവത്തെ മുഖാമുഖമായി കണ്ടു. യെശയ്യാവ് ദൈവത്തെ കണ്ട ഇറങ്ങിത്തിരിച്ചത് ശുശ്രൂഷയ്ക്ക്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക, ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരോ എന്നോട് മത്സരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ശക്തമായ പ്രവചനം തുടങ്ങിയ 1, 2, 3, 4, 5 അധ്യായങ്ങളെല്ലാം ശക്തമായ പ്രവചനം പ്രവചിച്ച് എവിടെന്നായി പ്രവചനം നേടിയത്, എങ്ങനെയായി പ്രവചിച്ചത്, ആരിലൂടെയായി പ്രവചനം പറയാൻ തുടങ്ങിയതെന്ന് ചോദിച്ചാൽ യെശയ്യാവ് പറയും കർത്താവിൽ നിന്ന്. യാമേ ഹല്ലേലൂയ. പൗലോസ് പറഞ്ഞതുപോലെ ഞാൻ ദൈവത്തിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്യുന്നത് പോലെ യെശയ്യാവ് ഡയറക്റ്റായി ദൈവത്തിൽ നിന്ന് പ്രാപിച്ചതാ. പ്രവാചക ശ്രേഷ്ഠന്മാരിൽ അഗ്രഗണ്യനായ, പ്രവാചകന്മാരിൽ മുൻപന്തിയിൽ നിൽക്കുന്ന, ആമേ സ്തോത്രം, പഴയ നിയമത്തിലെ സുവിശേഷകൻ എന്നറിയപ്പെടുന്ന യെശയ്യാ പ്രവാചകൻ ആമേ ആരിൽ നിന്നെങ്കിലും മേടിച്ച പ്രവചനമല്ല, എവിടെന്നെങ്കിലും കണ്ടുപിടിച്ച പ്രവചനമല്ല, ആമേ ആരിൽ നിന്നെങ്കിലും കോപ്പി അടിച്ച പ്രവചനമല്ല. സ്വർഗത്തിലെ ദൈവത്തിൽ നിന്ന് ഡയറക്റ്റായി പ്രാപിച്ച് ലോകത്തോട് പറയുകയാണ്, ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക, ഞാൻ മക്കളെ പോറ്റി വളർത്തി എന്ന് പറഞ്ഞ് പ്രവചിച്ചു തുടങ്ങുകയാ. പ്രവചിച്ച് 5 അധ്യായം ശക്തമായി പ്രവചിച്ചു. നിങ്ങൾ നോക്കിയാൽ 5 അധ്യായം പ്രവചിച്ചിട്ട് 6-ാമത്തെ അധ്യായത്തിലേക്ക് യെശയ്യാ പ്രവാചകൻ പ്രവേശിക്കുമ്പോൾ ഉസിയാ രാജാവ് മരിച്ചയാണ്ട് കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിലിരിക്കുന്നത് യെശയ്യാവ് കാണുകയാണ്. ഹല്ലേലൂയ. അവിടെയാണ് ശരിക്കും കർത്താവിനെ മുഖാമുഖമായിട്ട് യെശയ്യാവ് കാണാൻ തുടങ്ങുന്നത്. അതുവരെ കണ്ടില്ലെന്നല്ല ഞാൻ പറയുന്നത്, അതുവരെ കണ്ടു, ശരിയാ. പക്ഷെ ശരിക്കും ഒരു കാഴ്ചപ്പാട്, ശരിക്കും ഒരു വെളിപ്പാട്, ശരിക്കും ഒന്ന് കണ്ടത് 6-ാം അധ്യായത്തിലേക്കാണ്. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകൻ ശരിക്കും ആമേൻ കണ്ടു കഴിഞ്ഞപ്പോൾ, ദൈവത്തെ കണ്ടു കഴിഞ്ഞപ്പോൾ, ആ അധ്യായം അതെൻ്റെ വിഷയമല്ലാഞ്ഞത് കൊണ്ട് ആ ഭാഗത്തിലേക്ക് ഞാൻ നിൽക്കുന്നില്ല. ശരിക്കും യെശയ്യാവ് ദൈവത്തെ കണ്ടു കഴിഞ്ഞപ്പോൾ യെശയ്യാവിനൊരു കാര്യം മനസ്സിലായി. ഞാൻ പാപത്താൽ നിറയപ്പെട്ടവൻ, ഞാൻ അകർത്യത്തിൽ കിടക്കുന്നവൻ, എൻ്റെ ചുറ്റും അകർത്യമാണ്, ഞാൻ പാപമാണ്, ശുദ്ധിയില്ലാത്ത അതരമുള്ളവനാണ്, ശുദ്ധിയില്ലാത്ത അതരമുള്ള ജനത്തിൻ്റെ നടുവിൽ ഇടയിലാണ് ഞാൻ കിടക്കുന്നതെന്ന് യെശയ്യാവിന് ബോധ്യപ്പെട്ട് അയ്യോ എന്നൊരു നിലവിളിയും വിളിച്ചുകൊണ്ട് യെശയ്യാവ് അവിടെ ദൈവസന്നിധി വീഴുകയാ. കണ്ടോ, ദൈവത്തെ കാണേണ്ടതുപോലെ കണ്ടാൽ ചിലത് വെളിപ്പെടും കേട്ടോ. ഹല്ലേലൂയ. ഇന്നു പകൽ ചിലത് വെളിപ്പെടാതിരിക്കുന്നത്, ചിലത് വെളിപ്പെട്ട് വരാതിരിക്കുന്നത് നമുക്ക് കാണേണ്ടതുപോലെ കാണാൻ കഴിഞ്ഞില്ല. വർഷങ്ങളായി IPC ചെറിയ കൊണ്ണി സഭയുടെ അംഗങ്ങളായി നമ്മൾ തുടരുന്നു, ആയിരിക്കുന്നു, രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, സ്നാനപ്പെട്ടിരിക്കുന്നു, കർത്തൃമേശ കൈക്കൊള്ളുന്നു, ഒക്കെ ചെയ്യുന്നു. പക്ഷെ ശരിക്കൊരു വെളിപ്പാട് കിട്ടിയിട്ടില്ല. ഒരു വെളിപ്പാട് ദൈവം നമുക്ക് തന്ന ഇന്നു പകൽ ഞാൻ വിളിച്ചു പറയാ, നമ്മുടെ ജീവിതത്തിൽ എത്ര കഷ്ടത വന്നാലോ, എത്ര കണ്ണുനീര് വന്നാലോ, എത്ര ശോധന വന്നാലോ, എത്ര ഒറ്റപ്പെടൽ വന്നാലോ, എത്ര തെറ്റിദ്ധാരണ വന്നാലോ, എത്ര പരിഹാസങ്ങൾ വന്നാലോ, എത്ര വെല്ലുവിളികൾ വന്നാലോ, ആമേ എത്ര 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 ആമേ പ്രതിസന്ധികൾ വന്നാലോ, വെളിപ്പാട് പ്രാപിച്ച ദൈവ പൈതൽ ഒരിക്കലോ ദൈവകൃപ വിട്ടു പോകത്തില്ല. വെളിപ്പാട് പ്രാപിച്ച ദൈവ പൈതൽ ഒരിക്കലോ ദൈവസന്നിധി വിട്ടു പോകത്തില്ല. ഇന്നോ പകൽക്കാലോ പൈശാചികൻ ഒറ്റക്കെട്ടായി നിനക്ക് നേരെ പോരാടിയാലോ ദൈവകൃപ ഇന്നോ പകൽ നിന്നെ അവിടെ പിടിച്ചു നിർത്തോ. ദൈവസന്നിധിയിൽ ദൈവം നിന്നെ പിടിച്ചു നിർത്തോ. ഇന്നോ പകൽക്കാലം ഒരു കാര്യം വ്യക്തമായി പറയാ, ആ വെളിപ്പാടാണ് നമ്മൾ പ്രാപിക്കേണ്ടത്, അല്ലാതെ പാരമ്പര്യമല്ല. നമ്മൾ പ്രാപിക്കേണ്ടത് വെളിപ്പാടാണ്. ഹല്ലേലൂയ. ദൈവമക്കളെ, ആമേ, ഇന്നോ ഒരു പ്രതികൂലമെങ്കിൽ നാളെ 2 പ്രതികൂലമായിട്ട് വരുത്താൻ ശത്രു ഒരുങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഏലിയാവ് എടുക്കപ്പെടുന്നതിന് മുമ്പേ തൻ്റെ കരങ്ങൾക്ക് വെള്ളം ഒഴിച്ചു കൊണ്ടിരുന്ന എലീശയോട് ഏലിയാവ് ചോദിച്ചത്, ഞാൻ നിങ്കിൽ നിന്ന് എടുക്കപ്പെടുന്നതിന് മുമ്പേ നിനക്കെന്താ ഞാൻ ചെയ്തു തരേണ്ടത്, നിനക്കെന്താ ആവശ്യം? ആ ബാങ്ക് ബാലൻസ് ഇഞ്ഞ് തരട്ടെ വരട്ടെ എന്നല്ല,
ആ കിടക്കുന്ന എസ്റ്റേറ്റുകൾ എനിക്കിഞ്ഞ് എഴുതി തരട്ടെ വരട്ടെ എന്നല്ല. ആമേ സ്തോത്രം, ഹല്ലേലൂയ. ഇന്നത്തെ കാര്യങ്ങളുടേതായ എല്ലാത്തിൻ്റെതും ആമേ അധികാരിയായി എന്നെ നിയമിക്കാനല്ല. ഏലിയാവിനോട് ഏലീശ പറയുന്നു, എനിക്ക് ബാങ്ക് ബാലൻസ് വേണ്ട, എനിക്ക് വസ്തുവകകൾ വേണ്ട, എനിക്ക് കാണുന്നതൊന്നും വേണ്ട. ഈ ഓർഫനേജോ ഈ സംഘടനയോ ഈ പ്രവർത്തനങ്ങളുടേതായ ആമേ ഒന്നുമോ അല്ല. എനിക്ക് ആവശ്യം നിന്റെ ശരീരത്തിൽ നിന്റെ മേൽ ആവസിക്കുന്ന ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് എനിക്ക് വേണം. കാരണം അടുത്ത് എനിക്ക് നിൽക്കണമെങ്കിൽ, അടുത്ത കാലഘട്ടത്തെ ശുശ്രൂഷയിൽ പോരാടണമെങ്കിൽ ഈ ആത്മാവിൻ്റെ ശക്തി കൊണ്ട് പോകാൻ പറ്റത്തില്ല. ആമേ നിന്റെ മേൽ വ്യാപരിക്കുന്ന ആത്മാവിൻ്റെ ഇരട്ടി ശക്തി എനിക്ക് വന്നാൽ മാത്രമേ അടുത്ത കാലത്ത് അടുത്ത തലമുറയിൽ നിൽക്കാൻ പറ്റത്തുള്ളൂ. ഇന്നോ പകൽക്കാലം നമ്മുടെ തലമുറകൾ ഒരു വല്ലാത്ത കാലഘട്ടത്തിൽ എത്തിയിരിക്കുകയാ. എവിടെയും ലഹരിയുടെ ഉപയോഗങ്ങൾ, എവിടെയും പാപത്തിന്റെ ദുരുപയോഗങ്ങൾ, പാപത്തെ പച്ചവെള്ളം പോലെ വലിച്ചു കുടിച്ചുകൊണ്ടിരിക്കുന്ന ആമേ ഒരു തലമുറയാണ്, ഒരു ജനറേഷൻ എഴുന്നേറ്റിരിക്കുകയാണ്. അപ്പനെ അനുസരിക്കാത്ത, അമ്മയെ ബഹുമാനിക്കാത്ത, ആമേ വീട്ടുകാരെയും നാട്ടുകാരെയോ ബഹുമാനിക്കാത്ത, മാതാപിതാക്കളെ തലക്കടിച്ചു കൊല്ലുന്ന ഒരു വല്ലാത്ത തലമുറ ആമേ രംഗപ്രവേശനം ചെയ്തു കഴിഞ്ഞു. നമുക്കാർക്കും അറിയത്തില്ല. ഊട്ടി വളർത്തുന്ന നമ്മുടെ തലമുറകൾ നമ്മുടെ ഘാതകരായും നാളെ മാറില്ലെന്ന് എന്താ ഉറപ്പ്? ഇന്ന് നമ്മൾ കൈ വളരുന്നു കാല് വളരുന്നു എന്ന് നോക്കി വാരി കോരി ആമെ കൊടുത്ത് വളർത്തിയെടുക്കുന്ന തലമുറകൾ നാളെ നിന്റെ കഴുത്തറുത്തെടുത്തില്ലെന്ന് എന്താ ഉറപ്പ്? അങ്ങനെ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മുടെ തലമുറകൾ, നമ്മുടെ നാട് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോ ഇന്നോ പകൽക്കാലം നമുക്ക് ആവശ്യം ബാങ്ക് ബാലൻസ് അല്ല, നമുക്ക് ആവശ്യം ഇടത്തെ ഒന്നുമല്ലോ, അഭിഷേകമുള്ള തലമുറയോ. ഹല്ലേലൂയ. നമ്മുടെ തലമുറകൾ, നമ്മുടെ സഭ ദൈവഭയവും അഭിഷേകവും ഇല്ലെങ്കിൽ നമ്മൾ ഭയപ്പെടേണ്ടിയതായിരിക്കുന്നു. ഹല്ലേലൂയ. വെളിപ്പാട് ഒന്ന്, ദൈവത്തെക്കുറിച്ചൊരു വെളിപ്പാട്. പ്രൈസ് ദി ലോർഡ്. രണ്ട്, നമുക്ക് നമ്മളെക്കുറിച്ചൊരു വെളിപ്പാട് വേണം. ഹല്ലേലൂയ. ഇന്ന് പലർക്കും ഇല്ല. നമ്മൾ ആരെന്ന് നമുക്ക് തന്നെ അറിയത്തില്ല. ഹല്ലേലൂയ. അല്ലേ? ജീവിക്കുന്നു, രാവിലെ എഴുന്നേൽക്കുന്നു, കാപ്പി കുടിക്കുന്നു, ഉച്ചയ്ക്ക് ചോറ് കഴിക്കുന്നു, വൈകിട്ട് ചോറ് കഴിക്കുന്നു, കിടക്കുന്നു, ഉറങ്ങുന്നു, വീണ്ടും എഴുന്നേൽക്കുന്നു, ജോലിക്ക് പോകുന്നു, വരുന്നു, ജീവിക്കുന്നു. നമ്മൾ ആരെന്ന് നമുക്കൊരു വെളിപ്പാട് ഇന്ന് വരെ നമുക്ക് പ്രാപിക്കുവാൻ കഴിഞ്ഞില്ല. കുഞ്ഞേ, ദൈവ പൈതലേ, നമ്മളെ തന്നെ അറിയണം. അതാണ് ശരിക്കുമുള്ളൊരു വെളിപ്പാട്. നമ്മളൊരു സാധാരണ വ്യക്തി അല്ലെന്ന് തിരിച്ചറിയണം. മറ്റൊരു വ്യക്തിയെ പോലെയല്ല. നിൻ്റെ വീട്ടിൻ്റെ അകത്ത് അല്ലെങ്കിൽ നിൻ്റെ വീട്ടിൻ്റെ അടുത്ത് നിൻ്റെ പള്ളിക്കകത്ത് കിടക്കുന്ന വ്യക്തിയെ പോലെ നിൻ്റെ തലമുറ വ്യത്യസ്തനാണെന്ന്, നീ ഒരു വ്യത്യസ്തനാണെന്ന്, നിൻ്റെ കുടുംബം ഒരു വ്യത്യസ്തനാണെന്ന് ഇന്നോ പകൽക്കാലം തിരിച്ചറിയാതെ നമ്മൾ മുന്നോട്ട് പോയാൽ നമ്മുടെ ജീവിതം പരാജയമാണ്. നമുക്ക് നമ്മളെക്കുറിച്ചൊരു വെളിപ്പാട്. ആനയ്ക്ക് ആനയുടെ ശക്തി തിരിച്ചറിയത്തില്ലെന്നാ ചിലരൊക്കെ പറയുന്നത്. ആനയുടെ ശക്തി തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ ആന ഈ നാട് ഇട്ടയ്ക്കത്തില്ല. പിന്നെ പ്രൈസിൽ ആനയ്ക്ക് ആനയുടെ ശക്തി അറിയത്തില്ല, അതിൻ്റെ വലിപ്പം അറിയത്തില്ല. അതുകൊണ്ടാണ് ചിലരൊക്കെ പറഞ്ഞു കേൾക്കുന്നത് അതിന് മുറം പോലത്തെ ഒരു ചെവി. നമുക്ക് ഇച്ചിരയുള്ളൊരു ചെവിയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ആനയ്ക്ക് മുറം പോലത്തെ ഒരു ചെവി. ഈ ചെവി എപ്പോഴും ഇങ്ങനെ മുറമിട്ടടിക്കുന്നത് പോലെ അടിക്കും. കാരണം ഇതിന് ചെറിയൊരു കണ്ണാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ പുറകോട്ടുള്ള ശരീരം ഇതിന് കാണാൻ പറ്റാത്ത തരത്തിൽ ആനയ്ക്ക് കൊടുത്തിരിക്കുന്ന ചെറിയ കണ്ണും വലിയ ചെവിയോ. ഈ ചെവി ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ കിടക്കുന്നത് കൊണ്ട്, അടിക്കുന്നത് കൊണ്ട് ഇതിൻ്റെ വലിപ്പം അറിയത്തില്ല, ഇതിൻ്റെ ശരീരഘടന അറിയത്തില്ല, ഇതിൻ്റെ ബലം അറിയത്തില്ല. അതുകൊണ്ട് ആനയ്ക്ക് ശക്തിയും വലിപ്പവും അറിയാൻ കഴിയാഞ്ഞതുപോലെ ദൈവമക്കളുടെ ശക്തിയും വലിപ്പവും അറിയാതിരിക്കരുത്. നമ്മൾ സാധാരണ വ്യക്തികളല്ല, നമ്മളൊരു അസാധാരണ വ്യക്തികളാണ്. നമ്മളിൽ വ്യാപരിക്കുന്ന ശക്തി അമാനുഷികമാണ്. നമ്മുടെ മേൽ വ്യാപരിക്കുന്ന ശക്തി അത് അത്യന്ത ശക്തിയാണ്, അത് ഉയരത്തിലെ ശക്തിയാണ്. അത് ഈ മൺപാത്രങ്ങളിൽ ദൈവം പകർന്നിരിക്കുന്നതാണ്. നമ്മുടെ മേൽ പകർന്നത് വെറും അന്യഭാഷ
മറഞ്ഞ് നടക്കാനല്ല, ആരാധനയൊന്ന് കൊഴിപ്പിക്കാൻ വേണ്ടിയല്ല. എൻ്റെ മേൽ പകർന്ന ശക്തി, എൻ്റെ കുഞ്ഞിൻ്റെ മേൽ പകർന്ന ശക്തി, അത് ലോകം കീഴ്മറിക്കുന്ന ശക്തിയാണ്. അത് ഉന്നതങ്ങളിൽ എത്തിക്കുന്ന ശക്തിയാണ്. അത് ഹല്ലേലൂയ, കഴുകൻ ചിറകടിച്ചുയരുന്നത് പോലെ ഉയരങ്ങളിൽ എത്തിക്കാൻ കഴിവുള്ള ശക്തിയാണ്. ഇന്നോ പകൽക്കാലം എത്ര പേര് ആ മാനുഷിക ശക്തി തിരിച്ചറിയോ, ആ ഉയരത്തിലെ ശക്തി തിരിച്ചറിയോ, ആ അത്യന്ത ശക്തി തിരിച്ചറിയോ. നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേൽ അത് പകരപ്പെടട്ടെ. ആ പകർന്നപ്പെട്ട ശക്തി ഇന്നോ പകൽക്കാലം ഒന്ന് ജ്വലിക്കട്ടെ. പൗലോസ് പറഞ്ഞതുപോലെ എൻ്റെ കൈവയ്പിനാൽ നിന്നിലുള്ള കൃപാവരം ജ്വലിക്കട്ടെ. ഇന്നോ പകൽക്കാലം കൃപ പ്രാപിച്ച ദൈവമക്കൾ, തലമുറകൾ ഇന്നോ പകൽക്കാലം ആത്മനിറവിൽ അഭിഷേകത്തിൽ എത്ര പേര് ചേർന്ന് ഈ പകൽക്കാലം ആ കർത്താവിൻ്റെ കരങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുക. ഓ, ഈ കാലഘട്ടം കാത്തിരിക്കുന്ന ഒരു അഭിഷക്തനായി, ഈ കാലഘട്ടം അന്വേഷിക്കുന്ന ഒരു അഭിഷക്തനായി ഇന്നോ പകൽ എൻ്റെ തലമുറ മാറട്ടെ എന്ന് ഇന്നോ പകൽ ആരൊക്കെ കാലിൽ പിടിച്ച് വലിച്ചിടാൻ നോക്കിയാലോ ഇന്നോ പകൽ കുതിച്ചുയരുന്ന ഒരു ശക്തി, ഓ കുതിച്ചുയരുന്ന ഒരു ശക്തി, ഹല്ലേലൂയ. ഇന്നോ പകൽ കുതിച്ചുയരുന്ന ഒരു ശക്തി, കുതിച്ചുയരുന്ന ഒരു ശക്തി, അത് നമ്മുടെ മേൽ ഇന്നോ പകൽ വ്യാപരിക്കട്ടെ, നമ്മുടെ തലമുറകളുടെ മേൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ട്, നമ്മളെ കുറിച്ച് തന്നെ ഒരു വെളിപ്പാട് നമ്മൾ പ്രാപിക്കണം. മൂന്ന്, നമ്മൾ മറ്റുള്ളവരെ കുറിച്ചൊരു വെളിപ്പാട് പ്രാപിക്കണം. ദൈവത്തെക്കുറിച്ച് ഒന്ന്, ഓർഡർ തെറ്റല്ല്. ഓർഡർ എങ്ങനെ? ഒന്ന് ദൈവത്തെക്കുറിച്ച്, രണ്ട് നമ്മളെക്കുറിച്ച്, മൂന്നാമതാണ് നമ്മൾ ആരെക്കുറിച്ച്? മറ്റുള്ളവരെ. ഇപ്പം നമ്മൾ നേരെ ചെയ്യണം, ആദ്യം നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് വെളിപ്പാട് കണ്ടുപിടിക്കും. നമ്മളെ ദൈവത്തെക്കുറിച്ചും നമ്മളെക്കുറിച്ചുള്ളതൊക്കെ കളയും. ഓർഡർ ഇങ്ങനെയാണ്: ഒന്ന് ദൈവത്തെക്കുറിച്ചൊരു വെളിപ്പാട് കിട്ടുമ്പോൾ, രണ്ട് അത് നമ്മളെക്കുറിച്ചൊരു വെളിപ്പാടായി മാറും, കാണാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. മൂന്നാമതാണ് മറ്റുള്ളവരെ കുറിച്ച് നമ്മൾ പ്രവചിക്കുന്നത്, മറ്റുള്ളവരെ കുറിച്ച് നമ്മൾ കാണുന്നത്, മറ്റുള്ളവരെ കുറിച്ച് പറയുന്നത്. മറ്റുള്ളവർ ഇന്നും പകൽ അല്ലാത്ത വെളിപ്പാട് അത് ദൈവത്തിൽ നിന്നുള്ളതല്ല. അല്ലാത്ത വെളിപ്പാട് അത് വചന വെളിപ്പാടല്ല. അല്ലാത്ത വെളിപ്പാട് അത് ദുഷ്ടനിലുള്ളതാണ്. ഇന്ന് പകൽ ദൈവത്തെക്കുറിച്ചൊരു വെളിപ്പാട് നമുക്ക് കിട്ടാതെ, നമ്മളെക്കുറിച്ചൊരു വെളിപ്പാട് കിട്ടാതെ, ലോകത്തിലുള്ള സകലരെ കുറിച്ച് നമുക്ക് വെളിപ്പാട് കിട്ടിയാൽ അത് ദൈവത്തിൽ നിന്നുള്ള വെളിപ്പാടല്ല, അത് ദുഷ്ടനിൽ നിന്നുള്ള വെളിപ്പാടാണ്. എന്നോട് ചേർന്ന് എത്ര പേര് ആമേൻ പറയോ? ഇന്നോ പകൽക്കാലം ആമേ, അതാണ് കറക്റ്റായ ദൈവിക വിഷൻസ്. ഹല്ലേലൂയ. ഒരിക്കൽ ന്യായാധിപന്മാരുടെ പുസ്തകം 11:11 തോന്നുന്നു വായിച്ചു നോക്കി. അവിടെയാണോ ഇബ്താഗിൻ്റെ 11-12 അധ്യായത്തിലാണ്. ഇബ്താഗ് 11 അധ്യായം 11 വാക്യം ഒന്ന് വായിച്ചു നോക്കിയേ. അങ്ങനെ അങ്ങനെ ഇബ്താഗ്, ശരി, കറക്റ്റ്, അതാ വാക്യം, വായിച്ചാട്ടെ. അങ്ങനെ ഇബ്താഗ് ഒന്നുകൂടെ ഉറക്കെ ഒന്ന് വായിച്ച, എല്ലാവരും ഒന്ന് കേൾക്കട്ടെ. അങ്ങനെ ഇബ്താഗ് ഗിലെയാദിലെ മൂപ്പന്മാരോടുകൂടെ പോയി ജനം അവനെ സ്ഥലവനും സേനാപതിയുമാക്കി. അടുത്ത് ഇബ്താഗ് മിസ്പായിൽ വച്ച് യഹോവയുടെ സന്നിധിയിൽ, അവിടെ ലാസ്റ്റ് ഒരു പദം പറയുന്നു. നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചെന്ന് എനിക്കറിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. യഹോവയുടെ സന്നിധിയിൽ വെച്ച് ഇബ്താഗ് തൻ്റെ കാര്യമെല്ലാം പറഞ്ഞു, മറ്റുള്ളവരുടെ കാര്യമല്ല, തൻ്റെ കാര്യമെല്ലാം പറഞ്ഞു. ഹല്ലേലൂയ. വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ 11 അധ്യായത്തിൽ ഇബ്താഗിൻ്റെ കാര്യം തുടങ്ങുകയാണ്. ഗിലെയാദ്യനായ ഇബ്താഗ് പരാക്രമശാലിയായിരുന്നു, എങ്കിലും വേശ്യാപുത്രനായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഒരു ഭയങ്കര ക്വാളിറ്റി ആമേൻ പറയുന്നു. പരാക്രമശാലി, പക്ഷേ വേശ്യാപുത്രൻ. ആർക്കും കുറവില്ലാത്ത ആരുമില്ല ദൈവമക്കളെ, ഇല്ലേ? പ്രൈസ് ദി ലോർഡ്. കുറവ് എല്ലാവർക്കും ഉണ്ട്.
കുറവില്ലാത്തൊരു സ്വോത്രം പറഞ്ഞേ. ഞാൻ പെർഫെക്റ്റ് ആണെന്ന്, എനിക്കൊരു കുറവുമില്ല പാസ്റ്ററെ, ഞാൻ ക്ലിയറാണ്. സ്നാനപ്പെട്ടുന്നതിന് മുമ്പേയൊക്കെ കുഴപ്പക്കാരിയായിരുന്നു, പക്ഷെ അതിന് ശേഷം ഞാനൊരു കുഴപ്പവും ഇല്ലാതെ പെർഫെക്റ്റായി ജീവിക്കുന്ന ആർക്കെങ്കിലും പറയറ്റോ? ഇല്ല, എനിക്ക് ഉൾപ്പെടെ പറ്റത്തില്ല. നമ്മൾ ഈ പാപം കൊണ്ട് നിറയപ്പെട്ട ലോകത്തെ പാപത്തിൻ്റെ ഇടയിലാണ് കിടക്കുന്നത്. അറിഞ്ഞും അറിയാതെയും വാക്കിലും പ്രവൃത്തിയിലും ചിന്തയിലും സംസാരത്തിലും ഒക്കെ കുറവുകൾ വരും. അപ്പൊ കുറവില്ലാത്ത ആരുമില്ല. എല്ലാവരുടെ ജീവിതത്തിലും കുറവുകളും ബലഹീനതകളും എന്തെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ട് കാണും. പ്രൈസ് ദി ലോർഡ്. അവൻ കൂടുതലൊന്നും സംസാരിക്കണ്ട, അവൾ കൂടുതലൊന്നും സംസാരിക്കണ്ട, അങ്ങേര് കൂടുതലൊന്നും പറയണ്ട, അറിയാം എനിക്ക് ബാക്ക്ഗ്രൗണ്ട്, അറിയാം ആരെന്ന്. ഇന്ന് പകൽക്കാലം എല്ലാവർക്കും ഉണ്ട് പുറകില് വിഷയങ്ങൾ. ഇല്ലാത്തവരാരുമില്ല, എല്ലാവർക്കും കുറവും ബലഹീനതകളും പോരായ്മകളും. പ്രൈസ് ദി ലോർഡ്. പിന്നെ ആരും അറിഞ്ഞിട്ടില്ല എന്നതേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കാലത്ത് നെറ്റും മൊബൈലും വാട്സപ്പും ഒന്നും ഇല്ലാഞ്ഞത് കൊണ്ട് നമ്മളൊക്കെ രക്ഷപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോ കുറവുകളുണ്ട്. ഇവിടെ ഇതാ പരാക്രമശാലിയാണ്, എങ്കിലും വേശ്യാപുത്രനായിരുന്നു എന്ന് സ്വന്തം ഭവനത്തിൽ നിന്ന് സഹോദരങ്ങൾ, സ്വന്തം ഭവനത്തിൽ നിന്ന് കുടുംബാംഗങ്ങൾ, സ്വന്തം ഭവനത്തിൽ നിന്ന് അപ്പൻ, സ്വന്തം ഭവനത്തിൽ നിന്ന് അമ്മ, ഒരു ഭവനത്തിൽ പാർക്കേണ്ട സന്തോഷിച്ച് ജീവിക്കേണ്ട ഇവനെ അവൻ ചെയ്യാത്ത കുറ്റം ആരോപിച്ച്, അവൻ അറിയാത്ത കുറ്റം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇബ്താഗിനെ സ്വന്തം ഭവനത്തിൽ നിന്ന് പുറത്താക്കി. ശരിക്കും പറഞ്ഞ ഇബ്താഗ് ഇത് അറിഞ്ഞിട്ടില്ല, ഇബ്താഗിന് അറിയത്തില്ല. ആരോ ചെയ്ത തെറ്റിന്, ആരോ കാട്ടിക്കൂട്ടിയതിന് ആമേ ഓരോ കാര്യവും അറിയാത്ത ഇബ്താഗ് ഇതാ പുറംപറമ്പിൽ പോകേണ്ടിയതായി വന്നു, സ്വന്തം ഭവനം വിടേണ്ടിയതായി വന്നു, സ്വന്തം കുടുംബത്തിൽ തല ചായ്ക്കാൻ ഇടമില്ലാതെ ആകേണ്ട ഒരു അവസ്ഥയിലേക്ക് ഇബ്താഗ് ആയിത്തീർന്നു. വേണമെങ്കിൽ ഇബ്താഗിന് പൊരുതിയും പോരാടിയും നിൽക്കാമായിരുന്നു. അതിനുള്ള ആംബിയറുണ്ട്, കാരണം അവൻ പരാക്രമശാലിയാണ്. ഇവന്റെ മുമ്പിൽ ആരും നിൽക്കത്തില്ല. ഒരൊറ്റയാനെ പോലെ വേണമെങ്കിൽ പൊരുതാമായിരുന്നു, ചോദ്യം ചെയ്യാമായിരുന്നു, സംസാരിക്കാമായിരുന്നു, അവിടെ അടിപിടി ഉണ്ടാക്കാമായിരുന്നു. പക്ഷേ ഇബ്താഗ് അതിന് മുതിർന്നില്ല. സ്വന്തം ഭവനത്തിലുള്ളവർ, സ്വന്തം വീട്ടിലുള്ളവർ ഇബ്താഗ് ഹല്ലേലൂയ ഇബ്താഗിനെ മാറ്റിയപ്പോൾ ഇബ്താഗ് അതിന് മാറി അവിടെ നിന്ന് എവിടെ പോയി? എങ്ങോട്ട് പോയി? തോബ് ദേശത്ത് പോയി, അല്ലേ? തോബ് ദേശത്ത് പോയി. എന്തോ ആ ഭാഗത്ത് അവസാനം നമ്മൾ വായിക്കുന്നത്, നിസ്സാരക്കാരായ ചിലരെ ചേർന്ന്. ഇന്ന് പകൽക്കാലം ഞാനൊരു കാര്യം പറയാം. നീ ദൈവസഭ വിടുമ്പോ, നീ അപ്പന്റെ ഭവനം വിടുമ്പോ, നീ ദൈവവുമായുള്ള ബന്ധം വിടുമ്പോ, കേട്ടോണം, ചെവി തുറന്ന് കേട്ടോണം. ഇന്ന് പകൽ കുനിഞ്ഞിരിക്കരുത്, എന്തെങ്കിലും ചിന്തിച്ചോണ്ടിരിക്കരുത്. ചെവി തുറന്ന് കേട്ടോണം. അപ്പന്റെ ഭവനം വിടുമ്പോ, ദൈവസഭ വിടുമ്പോ, കൃപയുള്ളവരെ വിടുമ്പോ, പ്രാർത്ഥിക്കുന്നവരെ വിടുമ്പോ, ഇന്ന് പകൽക്കാലം നിനക്ക് അല്പ സന്തോഷവും സമാധാനവും കൂടെയും ഒക്കെ കിട്ടുമായിരിക്കും. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, നിനക്ക് കിട്ടുന്ന കൂട്ട് പിന്നെ നിസ്സാരന്മാരാണ്. അഭിഷക്തന്മാരെ വിടുമ്പോ, പ്രാർത്ഥിക്കുന്നവരെ നീ വിടുമ്പോ, ആരാധിക്കുന്നവരെ നീ വിടുമ്പോ, ദൈവസഭ നീ വിടുമ്പോ, ദൈവകൃപ നീ വിടുമ്പോ, ഇന്ന് പകൽ രക്ഷപ്പെട്ടെന്ന് ദൈവ പൈതലെ ഞാനും നിങ്ങളും ചിന്തിക്കരുത്. അടുത്ത നിന്നെ തേടി വരാൻ നിൽക്കുന്നത്, അടുത്ത നിന്റെ അരികിൽ വരാൻ നിൽക്കുന്നത് അത് ലൗകികമായ ബന്ധങ്ങളാണ്, അത് പൈശാചിക ബന്ധങ്ങളാണ്. നിന്നെ തകർക്കാൻ, നിന്റെ കുടുംബത്തെ തകർക്കാൻ, നിന്റെ കുഞ്ഞിനെ തകർക്കാൻ. ഓ നിസ്സാരന്മാരായ, അഭിഷേകം നഷ്ടപ്പെട്ടവരായ, ദൈവകൃപ നഷ്ടപ്പെട്ടവരായ ചില നിസ്സാരന്മാർ ഇന്നോ പകൽക്കാലം നിന്നെ കൂട്ടുപിടിക്കുമ്പോ, ഇന്നോ പകൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാ, അത് നമ്മുടെ നന്മയ്ക്കല്ല, അത് നമ്മുടെ തിന്മയ്ക്കാ. അപ്പന്റെ ഭവനത്തിൽ സുഭിക്ഷമായ ആഹാരവും കഴിച്ച് സന്തോഷിച്ച് ഒന്നിനും കുറവില്ലാതെ നടന്നപ്പോൾ ഒരു സുപ്രഭാതത്തിൽ രാവിലെ എഴുന്നേറ്റപ്പോൾ തോന്നി, അപ്പന്റെ ഷെയറും വാങ്ങിച്ചുകൊണ്ട് എവിടെയെങ്കിലും പോകാമെന്ന് തോന്നി. അപ്പന് 2 മക്കളാ. ഇളയവൻ അപ്പന്റെ അടുക്കൽ വന്നപ്പാ, എനിക്ക് വരേണ്ടുന്നതെല്ലാം തരണം,
അവന് നല്ല ബുദ്ധിയൊക്കെ പറഞ്ഞു കൊടുത്ത് ചില മക്കൾക്ക് എത്ര നല്ല ബുദ്ധി പറഞ്ഞു കൊടുത്താലും തലേ കയറത്തില്ല. കൂട്ടുകാരൻ പറയുന്നതേ കയറത്തുള്ളൂ, അപ്പനും അമ്മയും പറയുന്നത് കയറത്തില്ല. മക്കളെ, നിങ്ങളെ ശരിക്കും സ്നേഹിക്കുന്ന 1 അപ്പൻ, 2 അമ്മ, 3 നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സഭയിലെ പാസ്റ്ററാ. ഈ 3 പേരുമാണ് നിങ്ങളെ ശരിക്കും നിങ്ങൾ തൊലഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. ഒന്നുകൂടെ പറയാം, നിങ്ങൾ തൊലഞ്ഞ് തകർന്ന് തീർന്നു പോകാതിരിക്കാൻ ആഗ്രഹിക്കുന്ന 3 പേര്. 1 അപ്പൻ, 2 അമ്മ, 3 നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവസഭയിലെ പാസ്റ്റർ. ഹല്ലേലൂയ. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റു ബന്ധങ്ങൾ. ഇന്നു പകൽക്കാലം ആമേൻ ഹല്ലേലൂയ. ചില തെറ്റിയും തെറിഞ്ഞു അപ്പനും അമ്മയൊക്കെ ചിലപ്പോൾ ആമേൻ പോകും. പക്ഷേ നല്ല ഒരു അപ്പനാണെങ്കിൽ, നല്ല ഒരു അമ്മയാണെങ്കിൽ, നല്ല ഒരു പാസ്റ്ററാണെങ്കിൽ ഇന്നു പകൽ ഞാൻ പറയാം, നീ തൊലഞ്ഞു പോകാൻ ആഗ്രഹിക്കത്തില്ല, നീ തകർന്നു പോകാൻ ആഗ്രഹിക്കത്തില്ല, നീ പട്ടുപോകാൻ ആഗ്രഹിക്കത്തില്ല. നിന്നെ വീണ്ടും വീണ്ടും വഴക്ക് പറഞ്ഞ്, നിന്നെ കടി തന്ന് ആമേൻ നിന്നെ നിന്നോട് പിണങ്ങിയോ പരിഭവം പറഞ്ഞു വീട്ടിൽ അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ച് നിർത്തുന്ന അമ്മയുണ്ടല്ലോ, അപ്പനുണ്ടല്ലോ, അത് നിന്നോട് ദേഷ്യം കാണിക്കുന്നതല്ല. നാളുകളിൽ വരാൻ പോകുന്ന വലിയ അനർത്ഥത്തിൽ നീ വീഴാതെ, നാളുകളിൽ പോയി വലിയ അപകടത്തിൽ വീഴാതെ ഈ തെറ്റിൽ നിന്ന് മടങ്ങി വരാനാ അപ്പൻ നിന്നെ ശാസിക്കുന്നത്, അമ്മ നിന്നെ ശാസിക്കുന്നത്, പാസ്റ്റർ നിന്നെ ശാസിക്കുന്നത്. അതില് വല്ലായ്മ കാണിച്ച് മറുതലിച്ച് മുന്നോട്ട് പോയാൽ അധിക താമസവിന് ടൈറ്റാനിക് കപ്പൽ മഞ്ഞുമലയിൽ ഇടിച്ച് തകർന്ന അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിൽ ആണ്ടുപോയതുപോലെ കുഞ്ഞേ, നിന്റെ ജീവിതം ലോകമാകുന്ന സമുദ്രത്തിൽ ഇടിച്ച് തകർന്ന തരിപ്പണമായി ആർക്കും പൊക്കിയെടുക്കാൻ കഴിയാത്ത ആഴത്തിലേക്ക് താണുപോകാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ. ആ നല്ല അപ്പൻ ചിലപ്പോൾ ഒന്ന് ശാസിച്ച് കാണും, പക്ഷേ അവൻ്റെ ഉള്ളിലിരിക്കുന്ന ആഗ്രഹം അതിനനുവദിച്ചില്ല. ആ അപ്പനെല്ലാം വീതിച്ചവന് കൊടുത്തു. അവൻ അതെല്ലാം മേടിച്ചുകൊണ്ട് എവിടേക്ക് പോയി? ദൂരദേശത്തേക്ക് പോയി. കുറെ കൂട്ടുകാരെ കിട്ടി, അവിടെ എല്ലാം അടിച്ചു പൊളിച്ച് ജീവിച്ചു. ലോകം തരുന്ന സുഖം അത് താൽക്കാലികമാണ്. ലോകം തരുന്ന സന്തോഷം അത് നിലനിൽക്കുന്നതല്ല. നല്ല സന്തോഷം തരും ലോകം, നല്ല സന്തോഷം തരും കൂട്ടുകാര്. പക്ഷെ അല്പസമയം കഴിയുമ്പോൾ കാഞ്ഞിരം പോലെ കയ്പ് നിന്റെ ജീവിതത്തിൽ വരും. അന്ന് അവിടെ കിടന്ന് അയ്യം വിളിക്കുമ്പോൾ നിന്നെ രക്ഷിക്കാൻ ആരും കാണത്തില്ല. അന്ന് അവിടെ കിടന്ന് നിലവിളിക്കുമ്പോൾ അപ്പനോ അമ്മയ്ക്കോ സഹായിക്കാൻ കഴിയത്തില്ല. കാരണം നീ അപ്പൻ്റെ ഭവനം വിട്ട് ഒത്തിരി ദൂരെയായി. അപ്പൻ്റെ ഭവനം വിട്ട് കണ്ണെത്താത്ത ദൂരത്ത് നീ എത്തിപ്പോയി. അപ്പന് സഹായിക്കണമെന്നുണ്ട്, അമ്മയ്ക്ക് രക്ഷിക്കണമെന്നുണ്ട്, പക്ഷെ നീ അപ്പൻ്റെ ഭവനത്തിലില്ല. എന്നാൽ നിന്റെ അപ്പൻ്റെ ഭവനത്തിൽ ആരെങ്കിലും വന്ന് നിന്നെ അറ്റാക്ക് ചെയ്താൽ അപ്പൻ വിട്ടുകൊടുക്കത്തില്ല. അപ്പൻ ആ കരങ്ങളെ തടയൂ, ആ ശക്തികളെ തടയൂ. അപ്പന്റെ ഭവനത്തിൽ കയറി ഒരു ശക്തികളും നിന്നെ ആക്രമിക്കാൻ എന്റെ അപ്പൻ, ഉയരത്തിലെ അപ്പൻ, സ്വർഗത്തിലെ അപ്പൻ, നിത്യപിതാവായ അപ്പൻ അനുവദിക്കത്തില്ല. എത്ര പേര് ചേർന്ന് ആമേൻ പറയോ? ഇന്ന് പകൽ അപ്പന്റെ ഭവനം വിട്ട് എവിടെയെങ്കിലും ഓടരുത്. അപ്പന്റെ ഭവനം വിട്ട് എന്തെങ്കിലും ചെയ്യരുത്. അത് പിന്നത്തേതിൽ ദുഃഖത്തിന്റെ മേൽ ദുഃഖമായി തീരാതിരിക്കുക. ഇന്നോ പകൽക്കാലോ എവിടെയെങ്കിലും അപ്പന്റെ ഭവനത്തിൽ നിന്ന് അല്പം അകന്നു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരിക്കൽ രക്ഷിച്ചെന്ന് പറഞ്ഞ് വീണ്ടും ദൈവം രക്ഷിക്കാൻ നിന്റെ വീട്ടിൽ വരത്തില്ല. വീണ്ടും മറുതലിക്കരുത്. ഒരിക്കൽ രക്ഷിച്ചെന്ന് പറഞ്ഞു, ഒരിക്കൽ ദൈവം സഹായിച്ചെന്ന് പറഞ്ഞു, ഒരിക്കൽ നിനക്കൊരു പോറലും ഏക്കാതെ നിന്നെ വീട്ടിൻ്റെ അകത്ത് കൊണ്ടെത്തിച്ചെന്ന് പറഞ്ഞ് വീണ്ടും നീ മറുതലിച്ച് അപ്പനെതിരായിട്ട്, സഭയ്ക്കെതിരായിട്ട്, ദൈവനാമത്തിനെതിരായിട്ട് മനഃപൂർവ്വം നീ വീണ്ടും പോകരുത്. നിന്നെ രക്ഷിക്കാൻ ഇനി ഒരു കരങ്ങൾക്ക് കഴിയത്തില്ല. നിന്നെ സഹായിക്കാൻ ഇനി ആർക്കും പറ്റത്തില്ല. ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ അപ്പന്റെ ഭവനത്തിൽ നിന്നെ മടക്കി എത്തിച്ചെങ്കിൽ, ഒരു പോറൽ പോലും എത്തിക്കാതെ അപ്പൻ നിന്നെ പ്രൊട്ടക്ട് ചെയ്തെങ്കിൽ, ഇനിയും അപ്പന്റെ ഭവനം വിട്ടു പോകാൻ ആഗ്രഹിക്കരുത്. ആ അപ്പൻ മനസ്സലിവുള്ളവൻ തന്നെയാണ്. അപ്പോൾ തന്നെ മറുതലിക്കുന്നവനെ വിട്ടുകൊടുക്കുകയും ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇവനിതാ വേണമെങ്കിൽ ഇതാ എൻ്റെ അപ്പൻ്റെ
ഞാൻ എൻ്റെ അപ്പൻ്റെ മകനാണ്, എനിക്കും ചില അവകാശങ്ങളുണ്ടെന്ന് പറഞ്ഞ് ഇബ്താഗിന് വേണമെങ്കിൽ പൊരുതി നിൽക്കാം. പക്ഷേ ഇബ്താഗ് ഓടിപ്പോയി. പോയപ്പോൾ നിസ്സാരന്മാരായ ചിലര്, അല്ലേ? സദൃശ്യവാക്യത്തിൽ ഒരു വാക്യമുണ്ട്, 18:1 തോന്നുന്നു. ഒന്ന് വായിച്ചു നോക്കിയേ. 19:1 18:1 ഒന്ന് വായിച്ചു നോക്കിയേ. എത്രേൻ്റെ 1? 18:1 ഒന്ന് വായിച്ചേ. കൂട്ടം വിട്ട് നടക്കുന്നവൻ ഇച്ഛ അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞാൽ സ്വന്തം ഇച്ഛ അന്വേഷിക്കുന്നു. കൂട്ടം വിട്ട് നടക്കുന്നവൻ, ഈ കൂടെ നടക്കുന്നവന് എല്ലാവരെയും പ്രസാദിപ്പിച്ച് നടക്കേണ്ടി വരും. വീട്ടിൽ നിന്ന് വിട്ട് ചിലർക്ക് ഒരു റൂമിൽ ഒറ്റയ്ക്കിരിക്കാനാണ് ഇഷ്ടം. ചിലർക്ക് അപ്പനും വേണ്ട അമ്മയും വേണ്ട, എവിടെയെങ്കിലും മലമണ്ടയിൽ പോയിരിക്കാനാണ് ഇഷ്ടം. ചിലർക്ക് ഭാര്യയും വേണ്ട മക്കളും വേണ്ട, എപ്പോഴും ഒറ്റയ്ക്കിരിക്കാനാണ് ഇഷ്ടം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പല മക്കളെക്കുറിച്ച് ഇന്ന് പ്രാർത്ഥനയ്ക്ക് വേണ്ടി, ഇവിടുത്തെ മക്കളെ കാര്യമൊന്നും അല്ല കേട്ടോ, ഇവിടെ ആരും അങ്ങനെയൊന്നും ഇരിക്കുന്നില്ല. അവർക്ക് യഥാർത്ഥം ഞാൻ റൂമിൽ കയറിയാലും പൂട്ടും ലോക്കൊന്നും ഇല്ല. നാളെ ഞാൻ പറഞ്ഞുകൊണ്ട് നിങ്ങളൊക്കെ വീട്ടിൽ പോയി അവരെ ലോക്കുകളൊക്കെ അഴിച്ചെന്നാണ് തോന്നുന്നത്, ചില പിള്ളേരുടെ മുഖമൊക്കെ കണ്ടിട്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ചില ഇവിടെ വരാത്ത ആരാധിക്കാത്ത ചില അമ്മമാർ ഒരുപാട് പേര് പ്രാർത്ഥനയ്ക്കൊക്കെ വിളിച്ചു പറയുമ്പോൾ ഒരു കാര്യമാണ്, പാസ്റ്ററെ എൻ്റെ മോൻ റൂമിൽ നിന്ന് ഇറങ്ങുന്നില്ല, അവൻ ആഹാരം കഴിക്കാൻ വരുന്നില്ല, അവൻ കുളിക്കുന്നില്ല, അവന് ഭക്ഷണം വേണ്ട, എപ്പോഴും കമ്പ്യൂട്ടറിൻ്റെ മുമ്പിലാണ്, എപ്പോഴും മൊബൈലിൻ്റെ മുമ്പിലാണ്, എപ്പോഴും റൂമിൻ്റെ അകത്താ, റൂമിൽ നിന്ന് സംസാരിക്കാൻ പോലും വരുന്നില്ല എന്ന് പറഞ്ഞ് ഒരുപാട് അമ്മമാർ എൻ്റെ മോന് വേണ്ടി പ്രാർത്ഥിക്കണം. എത്ര വയസ്സായി? 16 വയസ്സ്. എത്ര വയസ്സായി? 12 വയസ്സ്. എത്ര വയസ്സായി? 18 വയസ്സ്. 20-നകത്തുള്ള വയസ്സുകളാണ്. ഒരുപാട് അമ്മമാർ നെഞ്ചുപൊട്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞ ഒരു വിഷയമാണ് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. അനുഭവങ്ങൾ ഒരുപാട് പ്രാർത്ഥനാ വിഷയമായി പറഞ്ഞത് എനിക്ക് എണ്ണി പറയാനുണ്ട്. സമയം എനിക്കത് പോരാ. ഞാൻ ഇവിടെ നിർത്തുകയാണ്. ഒരു കാര്യം ഞാൻ പറയാം, കൂട്ടം വിട്ട് നടക്കുന്നവൻ്റെ ഒരു ലക്ഷണം ഇച്ഛ അന്വേഷണമാണ്. ഇന്ന് പകൽ കുടുംബത്തെ വേണ്ട, കുഞ്ഞുങ്ങളെ വേണ്ട, ഹല്ലേലൂയ, ആത്മീക ബന്ധം വേണ്ട, ആരാധന വേണ്ട, പ്രാർത്ഥന വേണ്ട, വിശുദ്ധി വേണ്ട, വേർപാട് വേണ്ട, ഭാര്യയെ വേണ്ട, മക്കളെ വേണ്ട എന്ന് പറഞ്ഞ് നടക്കുന്നില്ലേ? അത് സ്വന്തം ഇച്ഛ, സ്വന്തം ആഗ്രഹം നടക്കാൻ വേണ്ടിയിട്ട് നടക്കുക, കൂട്ടം വിട്ട് നടക്കുക. അതുകൊണ്ട് ദൈവസഭ എപ്പോഴും കൂട്ടത്തോടെ നടക്കണം. നീ ഒറ്റപ്പെടുമ്പോഴാണ് സാത്താൻ പുറകെ കൂടി വരുന്നത്, നിന്നെ പിടിച്ചുകൊണ്ട് പോകുന്നത്, കൊന്നു കളയുന്നത്. കൂടെ നടന്നു നോക്ക്, പിടിക്കത്തില്ല. ഹല്ലേലൂയ. ഒരു കാര്യം ഞാൻ പറയുന്നത്, കൂട്ടം വിട്ട് നടന്നാൽ ആക്രമണങ്ങൾ ഉണ്ടാകും, അപകടങ്ങൾ ഉണ്ടാകും, ജീവിതത്തിൽ പരാജയങ്ങൾ ഉണ്ടാകും. ഒരുമിച്ച് നടന്നു നോക്ക്, ഒരുമിച്ച് പ്രാർത്ഥിച്ചു നോക്ക്, ഒരുമിച്ച് ഇരുന്നു നോക്ക്. നിന്നെ ഇവിടത്തെ ഒരു ശക്തികൾക്കും തൊടാൻ കഴിയത്തില്ല. കൂട്ടം വിടുമ്പോ, ആത്മീക ബന്ധം വിടുമ്പോ, പ്രാർത്ഥനാ ജീവിതം വിടുമ്പോ, വിശുദ്ധി വിടുമ്പോ നിനക്ക് ചില ബന്ധം കിട്ടും. അതുകൊണ്ട് നല്ല ബന്ധം വിടുമ്പോൾ പൊല്ലാത്ത ബന്ധം കിട്ടും. ഇവിടെ ഇബ്താഗ് ദൈവസഭ വിട്ടപ്പോ, ദൈവത്തെ വിട്ടപ്പോ, കുടുംബം വിട്ടപ്പോ നിസാരന്മാരെ കിട്ടി. നിന്നെ എവിടെ ഇട്ട് പിടിക്കാന്ന് പറഞ്ഞ് കുറേ നിസാരന്മാർ നടക്കുക. നീ ഒന്ന് സഭയിൽ നിന്ന് ചാടിയിട്ട് വേണം, നീ ഒന്ന് ഒറ്റപ്പെട്ട് കിട്ടിയിട്ട് വേണം. ഇവിടെ കയറി പിടിക്കാൻ ആർക്കും പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവകൃപയിൽ നിൽക്കുന്നവനെ കയറി പിടിക്കാൻ പറ്റത്തില്ലെന്നാ. ദൈവകൃപയിൽ നിന്ന് പുറത്ത് അടർന്ന് വീഴുമ്പോൾ നീ പോലും അറിയാതെ ചാടി പിടിക്കും ആശയങ്ങളുമായിട്ട്. നിന്നെ എന്തിന് വളർത്താനല്ല, നിന്നെ ഉയർത്താനല്ല, നിന്റെ കുടുംബത്തെ മാനിക്കാനല്ല, നിന്നെ നശിപ്പിക്കാനാ, നിന്നെ തീർത്ത് കളയാനാ. അതുകൊണ്ട് സൂക്ഷിക്കണം ദൈവ പൈതലേ. എത്ര പ്രതികൂലം വന്നാലോ, എത്ര വെല്ലുവിളികൾ വന്നാലോ, എത്ര കഷ്ടത വന്നാലോ, എത്ര കണ്ണുനീര് വന്നാലോ, ഈ ദൂത് നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, എൻ്റെയും കൂടെ ദൂതായി ഞാൻ ഏറ്റെടുത്തുകൊണ്ട് ഇന്ന് പകൽ പ്രസംഗിക്കുകയാ. സ്തോത്ര, ഹല്ലേലൂയ. നിസ്സാരന്മാരായ ചിലര് ഇബ്താഗിനെ എന്ത് ചെയ്തു? കൂടെ കൂടി, അല്ലേ? നിസ്സാരന്മാരായ ചിലർ ഇബ്താഗിനോട് ചേർന്നു, അവനുമായി സഞ്ചരിച്ചു. എത്ര നിസ്സാരന്മാരെ കൂടെ ചേർന്നാലും കൃപയകത്ത് ശരിക്കും പ്രാപിച്ചവൻ്റെ കൃപ നഷ്ടപ്പെടത്തില്ല.
നീ ഏത് രാജ്യത്ത് നീ പോയി നിന്നാലും ഒരു കാര്യം, ഒരു ദൂത് പറയാം. ആമേൻ, സ്തോത്രം. ശരിക്കും ദൈവകൃപയാണ് നീ പ്രാപിച്ചതെങ്കിൽ എത്ര നിസാരന്മാർ നിൻ്റെ തോളിൽ കൈയിടാൻ വന്നാലോ, എത്ര നിസാരന്മാർ നീ പാർക്കുന്നിടത്ത് വന്ന് പാർത്താലോ, എത്ര നിസാരന്മാർ നിൻ്റെ വണ്ടിയിൽ കയറിയാലോ, എത്ര നിസാരന്മാർ നിൻ്റെ തോളിൽ കൈയിട്ടാലോ, എത്ര നിസാരന്മാർ ആമേൻ നിൻ്റെ കൂടെ ഇരുന്നാലോ, അകത്ത് ശരിക്കും ഉയരത്തിലെ കൃപയാണുള്ളതെങ്കിൽ ആ നിസാരന്മാർക്ക് നിന്നെ വഴിതെറ്റിക്കാൻ പറ്റത്തില്ല. ആ നിസാരന്മാർക്ക് നിന്നെ തകർത്ത് കളയാൻ പറ്റത്തില്ല. ആ നിസാരന്മാർക്ക് നിന്റെ മേൽ ഒരധികാരവും വയ്ക്കാൻ പറ്റത്തില്ല. കാരണോ ഉയരത്തിലെ ശക്തി. ഇവൻ നിസാരന്മാരുടെ ഇടയിലാണ്. ഗതികേട് കൊണ്ടാണ്, അറിഞ്ഞുകൊണ്ട് പോയതല്ല, ഗതികേട് കൊണ്ട് അല്ലേ? ഗതികേട് കൊണ്ട് നിസാരന്മാരുടെ ഇടയിൽ പോയി പാർത്തു. പക്ഷെ ദൈവകൃപ കളഞ്ഞില്ല. കാരണം പ്രൈസ് ദി ലോർഡ്, ഇബ്താഗ് സാഹചര്യത്തിൻ്റെ ആമേൻ പ്രയാസം മൂലം അവൻ നിസാരന്മാരുടെ ഇടയിലേ എത്തി. പക്ഷെ അവൻ്റെ ദൈവകൃപ കളഞ്ഞില്ല. ചില സമയങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ വരും. അല്ല, വന്നിട്ടില്ലേ ദൈവമക്കളെ? ചില സമയങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെയുള്ള അനുഭവങ്ങൾ വന്നിട്ടില്ലേ? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വന്നിട്ടുണ്ട്, നമ്മുടെ കുടുംബത്തിന് വന്നിട്ടുണ്ട്, നമുക്ക് വന്നിട്ടുണ്ട്. പക്ഷെ അവിടെ എല്ലാം നമ്മൾ പ്രാർത്ഥിച്ച് അപ്പാ ദൈവമേ എന്ന് കരഞ്ഞു നിന്നത് കൊണ്ടല്ലേ ഇന്നും ഈ കൃപയിൽ നിൽക്കുന്നത്. നിന്നെ തകർത്ത് കളയാൻ യോസേപ്പിനെ പോലെ, യോസേപ്പിൻ്റെ ജീവിതം തകർത്ത് കളയാൻ നോക്കിയതുപോലെ നിന്റെ ജീവിതം തകർത്ത് കളയുക, നിന്റെ ബിസിനസ് മേഖല തകർത്ത് കളയുക, നിന്റെ ആത്മീക മേഖല തകർത്ത് കളയുക, നിന്റെ പ്രാർത്ഥനാ മേഖല തകർത്ത് കളയുക, നിന്റെ കുടുംബജീവിതം തകർത്ത് കളയുക. ഓ, നിസാരന്മാർ പലരും ശ്രമിച്ചെങ്കിലും ദൈവം നിർത്തി. ഇബ്താഗിനൊരു കാര്യം അറിയാം, എൻ്റെ മേലൊരു കൃപയുണ്ട്, അത് ഇന്നല്ലെങ്കിൽ നാളെ ജ്വലിക്കും, അത് ഇന്നല്ലെങ്കിൽ നാളെ ആമേൻ അതിനൊരു പ്രവൃത്തി വെളിപ്പെടും. ദൈവസന്നിധിയിൽ ഇബ്താഗ് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് ഒരു ദിവസം ഒരു കോളിങ് വന്നത്. ഹല്ലേലൂയ. എന്താ വന്നത്? ഇബ്താഗിൻ്റെ ജീവിതത്തിൽ 4-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അമോന്യർ ഇസ്രായേലിനെ ആക്രമിക്കാൻ വന്നപ്പോൾ ഇസ്രായേലിലെ മൂപ്പന്മാർ ഇബ്താഗിനെ അന്വേഷിച്ചു. പിന്നെ ഒരു ദിവസം അന്വേഷിക്കും കേട്ടോ. ഇന്ന് പകൽക്കാലം ആമേൻ, കാലം എത്ര പോയാലും ഹല്ലേലൂയ ദൈവം മറക്കുന്നവനല്ല. ചിലപ്പോൾ വർഷം കുറച്ച് നീണ്ടു പോയി കാണും, പക്ഷേ നിന്നെ അന്വേഷിക്കുന്നൊരു ദിവസം വരും. നീ വന്നല്ലാതെ, ഹല്ലേലൂയ, നീ വന്നല്ലാതെ എന്ന് പറയുന്ന ഒരു ദിവസം വരും. നീക്കിക്കളഞ്ഞവര്, മാറ്റിയിട്ടവര്, ഉപേക്ഷിച്ചവര്, വിടക്കന്നെണ്ണിയവര്, പാപിയെന്ന് മുദ്ര കുത്തിയവര്, ആമേ ഹല്ലേലൂയ, ഒരു ഗുണവും ഇല്ലെന്ന് പറഞ്ഞവര്, ആമേ എഴുതി തള്ളിയവര്, ആമേ മുദ്രപത്രത്തിൽ കുറിച്ച് വച്ചവര്, എന്നോ പകൽക്കാലം നീ പ്രാർത്ഥിക്കുന്ന ദൈവവൈതലാണെങ്കിൽ, നിന്റെ ഉള്ളിൽ ദൈവകൃപ ഉണ്ടെങ്കിൽ, കാലം എത്ര കടന്നുപോയാലോ, വർഷം എത്ര കടന്നുപോയാലോ, ഒരു ദിവസം എഴുതി തള്ളിയവരെ കൊണ്ട്, ഒരു ദിവസം മാറ്റിയിട്ടവരെ കൊണ്ട്, ഒരു ദിവസം ആവേ പാപി എന്ന് മുദ്ര കുത്തിയവരെ കൊണ്ട്, ആവേ പുറംപറമ്പിൽ വലിച്ചെറിഞ്ഞവരെ കൊണ്ട് മടക്കി വരുത്തുന്ന, വിളിപ്പിക്കുന്ന, ആവേ കൊണ്ടുവരാൻ ആളയക്കുന്ന ഒരു സുദിനോ ഇന്നോ പകൽക്കാലം അതീവ വിദൂരമല്ല. ഈ ദൂതിന്റെ ആഴം എത്ര പേർക്ക് മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല. ഈ ദൂതിന്റെ ആഴം എത്ര പേർ തിരിച്ചറിഞ്ഞെന്ന് അറിയത്തില്ല. ഇന്ന് പകൽക്കാലം ആമേ എഴുതി തള്ളിയവരുടെ നടുവില്, ആമേ പാപി എന്ന മുദ്ര കുത്തിച്ചവരുടെ നടുവില്, ആർക്കും വേണ്ടെന്ന് പറഞ്ഞവരുടെ നടുവില്, ഇറങ്ങിപ്പോ എന്ന് പറഞ്ഞവരുടെ നടുവില്, നീ ഒരു ശാപമാണ്, നീ ഒരു തലവേദനയാണ്, നീ ഒരു ശല്യമാണ്. ഇവിടെ കണ്ടുപോകരുത്, ഇവിടെ വന്നു പോകരുത്, ഇവിടെ നിനക്കൊരു അവകാശമില്ല, ഇവിടെ നിനക്കൊരു ജ്ഞാപകമില്ല, ഇവിടെ നിനക്ക് ആരുമില്ല. ഇറങ്ങിപ്പോ. ഹല്ലേലൂയ. പറഞ്ഞ ഒരു കാലമുണ്ട്. ഹല്ലേലൂയ.
എന്ന വർഷം കുറെ കഴിഞ്ഞു. ഇത്താഗിൻ്റെ മുറിവ് പുറത്തില്ല. വീട്ടിലുള്ളവരുടെ മുറിവുകളെല്ലാം പുറത്തു. വീട്ടിലുള്ളവരുടെ മുറിവ് പുറത്തു. ഇബ്താഗിനെ പുറത്താക്കിയപ്പോൾ വീട്ടിലുള്ള മുറിവ് പുറത്തു. പക്ഷെ ഇബ്താഗിൻ്റെ മുറിവ് പുറത്തില്ല. അവൻ എന്നും ദൈവസന്നിധിയിൽ നിന്ന് കരയും, കർത്താവേ, ഞാനൊരു തെറ്റും ചെയ്തില്ല, ഞാനൊരു പാപവും ചെയ്തില്ല, ഞാൻ ആർക്കും ഒരു ദ്രോഹം ചെയ്തില്ല, ഞാൻ നന്മ മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ, ഞാൻ നന്മ മാത്രമേ ചെയ്തുള്ളൂ, ഞാൻ നന്മയ്ക്ക് വേണ്ടി മാത്രമേ നിന്നുള്ളൂ, ഞാൻ നീതിക്ക് വേണ്ടി മാത്രമേ നിന്നുള്ളൂ. പക്ഷേ എന്തെന്നറിയത്തില്ല കർത്താവേ, എന്തുകൊണ്ടെന്നറിയത്തില്ല, എല്ലാം എനിക്ക് പ്രതികൂലമായി, എല്ലാവരും എനിക്ക് പ്രതികൂലമായി എന്നെ പുറത്താക്കി, എന്നെ ഉപേക്ഷിച്ചു, എന്നെ തള്ളി. ഇനി എനിക്ക് ആ ഭവനത്തൊരു അധികാരമില്ല, ഇനി എനിക്കൊരു ജ്ഞാപകമില്ല, ഇനി എനിക്കൊരു സ്ഥാനമില്ല, ഇനി എനിക്കൊന്നുമില്ല, എന്നെ പുറത്താക്കി എന്ന് ഇബ്താഗ് എല്ലാ ദിവസവും ദൈവസന്നിധി കരയും. കാലം കുറെ കഴിഞ്ഞു പോയി. പ്രൈസ് ദി ലോർഡ്. കാലം 10-20 വർഷമൊക്കെ അങ്ങ് പോട്ടെ, നിങ്ങളുടെ കണക്ക് പോലെ ഇട്ടോ, നിങ്ങളുടെ ജീവിതത്തിലുള്ള കണക്ക് അങ്ങ് ഇട്ടോ. പ്രൈസ് ദി ലോർഡ്. അല്ലേ, ഞാൻ എൻ്റെ കണക്കിട്ടോളാം, നിങ്ങൾ നിങ്ങളുടെ കണക്കിട്ടോ. കാലം കുറെ പോയപ്പോൾ ആമേൻ മൂപ്പന്മാരെ ദൈവം അയച്ചു. ഹല്ലേലൂയ. ഇന്നലെ വരെയും പരിഹരിച്ച വിഷയങ്ങൾ, കഴിഞ്ഞ ആഴ്ച പരിഹരിച്ച വിഷയം, കഴിഞ്ഞ മാസം പരിഹരിച്ച വിഷയം, കഴിഞ്ഞ വർഷം പരിഹരിച്ച വിഷയം, അതെല്ലാം അവർ പരിഹരിച്ചു. പക്ഷെ പരിഹരിക്കാൻ പറ്റാത്തൊരു വിഷയം ഇവർക്ക് വന്നു. ഹല്ലേലൂയ. എല്ലാവരും തലകുത്തനെ നിന്നിട്ടോ, എല്ലാവരും നല്ല നോക്കിയിട്ടോ, സകലരും നോക്കിയിട്ടും പരിഹരിക്കാൻ പറ്റാത്തൊരു വിഷയം, പരിഹരിക്കാൻ പറ്റാത്തൊരു വിഷയം വന്നപ്പോ വേശ്യാപുത്രനെന്ന് പറഞ്ഞ് എഴുതി തള്ളിയവൻ്റെ അടുത്ത്, ഒരവകാശവും ഇല്ലെന്ന് പറഞ്ഞ് എഴുതി തള്ളിയവൻ്റെ അടുത്ത്, ഹല്ലേലൂയ, നീ ഇവിടെ കണ്ടുപോകരുത്, നീ ഇവിടെ കയറിപ്പോകരുത്, നീ ഇവിടെ കയറിപ്പോകരുതെന്ന് പറഞ്ഞ് മാറ്റിയിട്ടവന്റെ മുമ്പിൽ ഇതാ മൂപ്പന്മാർ എല്ലാവരും കൂടെ വന്നു പറയുകയാ. എന്താ പറയുന്നത്? അതുകൂടെ വായിച്ച് പ്രാർത്ഥിക്കാം, മതി. പ്രൈസ് ദി ലോർഡ്. അതുകൂടെ ഒന്ന് വായിച്ചേ. ഇബ്താഗിന്റെ അടുക്കൽ മൂപ്പന്മാർ വന്ന് എന്തുവാ പറഞ്ഞത്? 11-ാം അധ്യായം അതിൻ്റെ പ്രൈസ് ദി ലോർഡ്. മൂപ്പന്മാർ വന്ന് ഇബ്താഗിനോട് പറയുന്നത്, നീ വന്ന് ഞങ്ങളുടെ സേനാപതിയായി എന്ന് പറഞ്ഞു. അതിൻ്റെ 6-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, 7-ാം വാക്യം ഒന്ന് വായിക്കുമ്പോൾ, ഇബ്താഗ്, നിങ്ങൾ എന്നെ പകച്ച്. സത്യം പറഞ്ഞ ഞാൻ യെശയ്യാവിൻ്റെ ദൂതാണ് പറയാൻ ഒരുക്കി വെച്ചത്. ഇപ്പം ദൂത് ഇബ്താഗിലോട്ട് വന്നു. യെശയ്യാവിൻ്റെ ദർശനവും യെശയ്യാവിൻ്റെ വെളിപ്പാടും യെശയ്യാവ് സിംഹാസനത്തിരുന്നതും ഒക്കെ ഇന്ന് പറഞ്ഞ് ഇളക്കി മറിച്ചിട്ട് പ്രാർത്ഥിച്ച് വിടാമെന്ന് പറഞ്ഞാണ് ഞാൻ കയറി നിന്നത്. അപ്പോൾ യെശയ്യാവ് മറിഞ്ഞപ്പോൾ ഇബ്താഗിലേക്ക് വന്നു. നിങ്ങൾ എന്നൊന്നുമില്ല, വിഷയം മാറിപ്പോയി കാണാം, പ്രസംഗം മാറിപ്പോയാണ്, പക്ഷെ ചില ദൂത് ഇവിടെ വെളിപ്പെടുക, അതെനിക്കറിയാം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവത്തിന് യെശയ്യാവിലൂടെയും സംസാരിക്കാൻ കഴിയും, യിരെമ്യാവിലൂടെയും സംസാരിക്കാൻ കഴിയും, ഇബ്താഗിലൂടെയും സംസാരിക്കാൻ കഴിയും. ഇന്ന് പകൽ നമ്മൾ ഒരുക്കി വെച്ചിരിക്കുന്നതൊക്കെ ചിലപ്പോൾ അവിടെ ഇരിക്കും. ഒരുക്കി കൊണ്ടുവരുന്നതൊന്നും ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല. ചില ആരോടെയൊക്കെ ഇന്ന് പകൽക്കാലം ദൈവാത്മാവിന് ഇടപെടാനുണ്ടെന്നാ. ഇന്ന് പകൽ നിങ്ങളാരും എന്നെ കുറ്റപ്പെടുത്തരുത്. സത്യം, ഞാൻ ആർക്കും വേണ്ടി ദൂത് തയ്യാറാക്കിയൊന്നും കയറിയിട്ടില്ല. നിങ്ങളാരും തെറ്റിദ്ധരിക്കരുത്. ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് എനിക്ക് തരുന്ന ആലോചനയാണ് ഞാൻ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. വായിച്ചേ കുഞ്ഞെ, വായിച്ചേ. 7-ാം വാക്യം. നിങ്ങൾ എന്നെ പകച്ച് പിതൃഭവനത്തിൽ നിന്ന് നീക്കിക്കളഞ്ഞില്ലയോ? അടുത്ത്, നിങ്ങൾ എന്നെ പകച്ച്. വർഷങ്ങൾക്ക് മുമ്പ് നടന്ന അവര് മറന്നു, കാലം മറന്നു, പകച്ചവർ മറന്നു, എഴുതി തള്ളിയവർ മറന്നു.
പറഞ്ഞവർ മറന്നു, പരിഹസിച്ചവർ മറന്നു, മുറിവേൽപ്പിച്ചവർ മറന്നു. പക്ഷെ മുറിവേറ്റവന് മറക്കാൻ പറ്റത്തില്ല. മുറിവേറ്റവൻ മറന്നിട്ടില്ല. അവൻ എന്നും രാവിലെ ദൈവസന്നിധിയിൽ ഒരു മുറിഞ്ഞ ഹൃദയത്തോടെ ഇത്താകെ എഴുന്നേറ്റ് നിന്ന് പറയും, കർത്താവേ, ഞാൻ ഇവിടെ കിടക്കേണ്ടവനല്ല, ഞാൻ ഇങ്ങനെ കിടക്കേണ്ടവനല്ല, ഞാൻ ഇങ്ങനെ ജീവിക്കേണ്ടവനല്ല, ഈ ജോലി ചെയ്യേണ്ടവനല്ല. ഇത്താകെ എന്നും രാവിലെ എഴുന്നേറ്റ് ദൈവസന്നിധി പറയും, ഞാൻ ഇവിടെ കിടക്കേണ്ടവനല്ല, ഞാൻ ഇങ്ങനെ കിടക്കേണ്ടവനല്ല, ഞാൻ ഈ ജോലി ചെയ്യേണ്ടവനല്ല, ഞാൻ ഇങ്ങനെ ആയിരിക്കേണ്ടവനല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അല്ലേ, നമ്മൾ ചിലരൊക്കെ ഇന്ന് ഇങ്ങനെ ഇരിക്കേണ്ടവരൊന്നും അല്ല. ഞാൻ പറഞ്ഞ നമ്മളൊന്നും ഇങ്ങനെ ഇരിക്കേണ്ടവരല്ല. അല്ലേ, എവിടെയൊക്കെ ഇരിക്കേണ്ടവരാ, എങ്ങനെയൊക്കെ ഇരിക്കേണ്ടവരാ. ഹല്ലേലൂയ. ഇബ്താഗ് എന്നും രാവിലെ പറയും, നല്ലൊരു ഭവനത്തിൽ ജനിച്ചു, നല്ല ബന്ധങ്ങളുടെ നടുവിൽ വളർന്നു, പക്ഷേ അവകാശം പ്രാപിക്കേണ്ട സമയമായപ്പോ, ഒരു നന്മ പ്രാപിക്കേണ്ട സമയമായപ്പോ, ഓ ഹല്ലേലൂയ, ബന്ധങ്ങൾ, കുടുംബങ്ങളെല്ലാം, ബന്ധുക്കളെല്ലാം ശത്രുക്കളായി. ആമേ, മാതാവും പിതാവും എല്ലാം ശത്രുക്കളായി. ഇനി നിനക്കിവിടെ ഒരു അവകാശമില്ല, ഇനി നിനക്കിവിടെ ഒരു ജ്ഞാപകമില്ല, ഇനി നിനക്കിവിടെ ഒന്നുമില്ല, നിനക്കിവിടെ ഒന്നുമില്ല, പൊക്കോ, ഇറങ്ങിക്കോ, ഇറങ്ങിക്കോ എന്ന് പറഞ്ഞ് ആമേ നല്ല ഭവനത്തിലാ ജനിച്ചത്, നല്ലവരോട് ഒപ്പമാ വളർന്നത്, എല്ലാം നന്നായിരുന്നു. പക്ഷേ ആമേ ഒരു കൊയ്ത്തിന്റെ സമയമായപ്പോ, ഒരു കൊയ്ത്തിന്റെ സമയമായപ്പോ നീ പോലും അറിയാതെ നിനക്കെതിരായിട്ട് ആമേ ശത്രു തലപൊക്കി. നീ അറിഞ്ഞില്ല. ആമേ ജനിച്ചതല്ല കുഴപ്പോ, വളർന്നതല്ല കുഴപ്പോ, പക്ഷേ പഴയ ചില കാര്യങ്ങൾ പൊക്കിയെടുത്തുകൊണ്ട് നിന്റെ നന്മയ്ക്കെതിരാ ഇന്ന് പകൽ വാദിക്കുമ്പോ, ഇന്ന് പകൽക്കാല് നിന്റെ നന്മയ്ക്കെതിരായി വെല്ലുവിളിക്കുമ്പോ, ഇന്ന് പകൽ എത്ര പേർ ചേർന്ന് ഇന്ന് പകൽ കർത്താവിന് മഹത്വം കൊടുക്കുക, അതും ഒരു നന്മയ്ക്കാക്കി മാറ്റുമെന്ന്. യോശുവയുടെ പുസ്തകത്തിൽ ഒരു വചനം ഇങ്ങനെ ഉണ്ട്, കൊയ്ത്തുകാലത്തൊക്കെയും യോർദാൻ കരകവിഞ്ഞൊഴുകും. അല്ലേ, കൊയ്ത്തുകാലത്തെ കരകവിഞ്ഞൊഴുകത്തുള്ളൂ, അതുവരെയും കരയ്ക്കകത്ത് തന്നെ കിടന്നൊഴുകും. നിനക്കൊരു കൊയ്ത്ത് വരുന്നെന്ന് കാണുമ്പോൾ, നിന്റെ തലമുറയ്ക്കൊരു നന്മ വരുന്നെന്ന് കാണുമ്പോൾ, നിന്റെ സഭയ്ക്കൊരു വിടുതൽ വരുന്നെന്ന് കാണുമ്പോൾ, അതുവരെ പതുങ്ങിക്കിടന്ന യോർദാൻ, അതുവരെ ആമേ സൈലന്റായി ഒഴുകിയ യോർദാൻ, അതുവരെ ആമേ ഒതുങ്ങി പതുങ്ങി കിടന്ന യോർദാൻ നിന്റെ കൊയ്ത്തിന്റെ മുകളിൽ കയറാൻ നോക്കോ. നിന്റെ കൊയ്ത്ത് കാലത്ത്, നിന്റെ കുടുംബത്തിന്റെ കൊയ്ത്ത് കാലത്ത് എത്ര പേർ ആ ദൂത് ഇന്ന് പകൽ ഏറ്റെടുക്കുന്നു? ഞാൻ വിട്ടുകൊടുക്കത്തില്ല. 2024 വരെ എൻ്റെ കുഞ്ഞിൻ്റെ കൊയ്ത്തിന് എതിരായി, എൻ്റെ കുടുംബത്തിൻ്റെ കൊയ്ത്തിനെതിരായി, എൻ്റെ സഭയുടെ കൊയ്ത്തിനെതിരായി ഈ യോർദാൻ ഒഴുകിയെങ്കിൽ ഈ 2025 ഞാനത് അനുവദിച്ചു തരത്തില്ല. എൻ്റെ കുഞ്ഞിൻ്റെ നന്മയെ ബ്ലോക്ക് ചെയ്യാ, എന്റെ തലമുറയുടേതായ വഴി അടയ്ക്കാ, എന്റെ കുടുംബത്തിന്റെ നന്മ അടയ്ക്കാ, എന്റെ സഭയുടെ വളർച്ചയെ തടയാ ഒരു കൊയ്ത്തിന് എതിരായി നിൽക്കുന്ന ഒരു യോർദാനെയും ഇന്ന് പകൽ ഞാൻ അനുവദിക്കത്തില്ല. എത്ര പേർ ചേർന്ന കരം കോർത്ത് ഇന്ന് പകൽ ആത്മാവിൽ ആ ദൂതിനോട് പ്രതികരിക്കൂ? ഇന്ന് പകൽ ഈ സഭ ആത്മീകമായി വളരാൻ അനുവദിക്കാതെ ഇതിനകത്ത് ഭിന്നതകൾ കൊണ്ടിട്ട്, ഇതിനകത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ കൊണ്ടിട്ട് ആത്മീക ഭൗതിക നന്മകളെ ബ്ലോക്ക് ചെയ്ത് സഭയുടെ വളർച്ചയെ വെട്ടാൻ നോക്കുന്ന ആ പൈശാചിക യോർദാന്റെ അനുഭവങ്ങളെ ഇന്ന് പകൽ സഭയാകുന്ന ഞങ്ങൾ ഒരുമിച്ച് ആത്മാവിൽ ശ്വാസിക്കും. ഇന്ന് പകൽക്കാലം കർത്താവേ, തന്റെ ജനത്തിന്റെ നന്മയ്ക്കെതിരായി, തന്റെ തലമുറകളുടെ നന്മയ്ക്കെതിരായി, ഈ സഭയുടെ വളർച്ചയ്ക്കെതിരായി, ഇവിടുത്തെ കുടുംബത്തിന്റെ അഭിവൃദ്ധിക്കെതിരായി, തലമുറകളുടേതായ മുന്നോട്ടുള്ള ഗമനങ്ങൾക്കെതിരായി വാതുകെട്ടി പോരാടുന്ന സകല പൈശാചിക യോർദാന്റെ അനുഭവങ്ങൾ ഇന്ന് പകൽ താളടിയാകട്ടെ. ഹല്ലേലൂയ. ഇത്താഗ് പറഞ്ഞു, ഞാൻ ജനിച്ച നല്ലൊരു വീട്ടിലാണ്, ഞാൻ വളർന്നത് നല്ല അപ്പൻ്റെ അമ്മയുടെയും കീഴിലാണ്,
എനിക്ക് സ്നേഹത്തിന് കുറവില്ലായിരുന്നു, കരുതലിന് കുറവില്ലാന്ന്. ചോദിക്കുന്നതെല്ലാം മേടിച്ചു തരും. പാപ്പം മേടിച്ചു തരും, കളിപ്പാട്ടം മേടിച്ചു തരും, എല്ലാം മേടിച്ചു തരും, ഐസ്ക്രീം മേടിച്ചു തരും, എല്ലാം തരും. കുടുംബ ഷെയറിൻ്റെ സമയമായപ്പോൾ കളിപ്പാട്ടം 1 അല്ല 9 മേടിച്ചു തന്നു, ഐസ്ക്രീമും മേടിച്ചു തന്നു. പിന്നെ ഹല്ലേലൂയ, ഇതങ്ങോട്ട് വ്യാഖ്യാനിച്ചാ, പൊരുൾ തിരിച്ചാ, ചിലർക്ക് തെറ്റിദ്ധാരണയൊക്കെ വന്നാൽ എനിക്ക് ഇനി അവസാന നിമിഷം പിണങ്ങിക്കൊണ്ടൊന്നും പോകാൻ താല്പര്യമില്ല. പാപ്പവും മേടിച്ചു തന്നു, ഐസ്ക്രീമും മേടിച്ചു തന്നു, കവളിൽ മാറി മാറി ഉമ്മയും തന്നു, എല്ലാം തന്നു. ഷെയറിൻ്റെ സമയമായപ്പോൾ നിനക്കിവിടെ ഒന്നുമില്ല, നിനക്കിവിടെ ഒന്നുമില്ല. പാപ്പം മേടിച്ച് തന്നെന്ന് ഈ പപ്പാന്ന് വിളിച്ചതൊക്കെ ശരിയാ, പ്രൈസലോ. ഷെയറിൻ്റെ സമയമായപ്പോൾ പോ, ആമേൻ, സ്തോത്രം, പോ, നിനക്കിവിടെ ഒന്നുമില്ല, നിനക്കിവിടെ അവകാശമില്ല, നിനക്കിവിടെ ഒന്നുമില്ല എന്ന് പറഞ്ഞ് ഇബ്താഗിനെ ആമേൻ മാറ്റി. ഇവനെന്നും കരഞ്ഞു, കരഞ്ഞ് കാലം പോയി. പക്ഷെ കർത്താവ് അത് കണ്ടു. ഇന്ന് പകൽ നിൻ്റെ കണ്ണുനീര് കാണുന്നത് ഒരു പക്ഷെ അപ്പം കണ്ടെന്ന് വരത്തില്ല, അമ്മ കണ്ടെന്ന് വരത്തില്ല, കൂടപ്പിറപ്പുകൾ കണ്ടെന്ന് വരത്തില്ല, ഭാര്യ കണ്ടെന്ന് വരത്തില്ല, ഭർത്താവ് കണ്ടെന്ന് വരത്തില്ല, പാസ്റ്റർ കണ്ടെന്ന് വരത്തില്ല. പക്ഷെ നിൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകുന്നത്, നിൻ്റെ ഹൃദയം പൊട്ടി തകരുന്നത് ആരും കാണാതെ ആമെ കാണുന്നൊരു ദൈവമുണ്ട് കേട്ടോ. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സു തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ആമേ, തകർന്നും നുറങ്ങിയും ഇരിക്കുന്ന ഹൃദയങ്ങളെ നിരസിക്കാത്ത ദൈവം ഇന്ന് പകൽക്കാലം ഒരു കാര്യം ആമേ വിളിച്ചു പറയാ. ആമേ, എന്നും രാത്രിയും രാവിലെയോ ദൈവസന്നിധി എഴുന്നേറ്റപ്പ, ഞാൻ ഇവിടെ വരേണ്ടവനല്ല, ഞാൻ ഇവിടെ താമസിക്കേണ്ടവനല്ല, ഞാൻ ഈ ജോലി ചെയ്യേണ്ടവനല്ല, ഞാൻ ഈ നിസ്സാരക്കാരന്മാരോടൊപ്പം നിൽക്കേണ്ടവനല്ല. ഞാൻ ജനിച്ചത്, ഞാൻ വളർന്നത്, ഞാൻ ആയിരുന്നത് വച്ച് ഞാൻ ഇവിടെ വരേണ്ടവനല്ല. ആരോടും പറഞ്ഞില്ല, പറയേണ്ടവനോട് പറഞ്ഞു. ഇന്ന് നമ്മൾ നമ്മുടെ വിഷയം എല്ലാവരോടും പറഞ്ഞുകൊണ്ട് നടക്കണ്ട. കരഞ്ഞുകൊണ്ട് നടന്ന അക്തി കൂടെ കണ്ണുനീരേ തരൂ ലോകം. എൻ്റെ അനുഭവം കൂടെ വെച്ച് ഞാൻ പറയുക, മനുഷ്യനോട് പറഞ്ഞ് കരയണ്ട, ദൈവസന്നിധി മുട്ടി മടക്കി കരം പിടിക്കുക. ഭാര്യയുണ്ടെങ്കിൽ ഭാര്യയുടെ കൈ, മക്കളുണ്ടെങ്കിൽ മക്കളുടെ കൈ, ആരെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ അവരെ കൈ പിടിച്ച് ദൈവത്തോട് പറ. തക്ക സമയമാകുമ്പോൾ ദൈവം ആളിനെ അയക്കും, തക്ക സമയമാകുമ്പോൾ അയക്കും. നീ വരണം, നീ വന്ന് അധിപതിയായിരിക്കണം. ഇന്ന് പകൽ ജീവിതത്തിൽ ഇബ്താഗ് വിചാരിച്ചില്ല ഞാൻ നേതാവായി അവിടെ ഇരിക്കുമെന്ന്. അത്രയ്ക്ക് പൂട്ടിക്കെട്ടിയതാ, കുടുംബക്കാർ പൂട്ടിക്കെട്ടിയതാ, ആമേ, കൂടെ ഉള്ളവർ പൂട്ടിക്കെട്ടിയതാ, ബന്ധുക്കൾ പൂട്ടിക്കെട്ടിയതാ. ഇനി നീ ജീവിതത്തിൽ തലപൊക്കരുതെന്ന് പറഞ്ഞ്, ഇനി ആയുസ്സിൽ നീ എഴുന്നേക്കരുതെന്ന് പറഞ്ഞ് കൂടെ ഉള്ളവരും കുടുംബക്കാരും വീട്ടുകാരും പള്ളിക്കാരും ആമെ കണ്ടവരും കേട്ടവരും പോയവരും വന്നവരും ആമെ സംഘടനക്കാരും സഭക്കാരും വീട്ടുകാരും ബന്ധുക്കളും ചാർച്ചക്കാരും പള്ളിക്കാരും എല്ലാം കൂടെ നിന്നെ കെട്ടി. എങ്ങനെയൊക്കെ കെട്ടാൻ പറ്റുമോ അങ്ങനെയെല്ലാം കെട്ടി, എവിടെയൊക്കെ കെട്ടാൻ പറ്റുമോ അവിടെയെല്ലാം കെട്ടി. ഇനി ഒരിക്കലും നീ തല പൊക്കരുത്, ഇനി ഒരിക്കലും നീ എഴുന്നേക്കരുത്, ഇനി ഒരിക്കലും നീ ഉയരരുത്, ഇനി ഒരിക്കലും നിന്റെ ആയുസ്സിൽ നീ ഉയരരുതെന്ന് പറഞ്ഞ് ഒരു കെട്ടല്ല. വന്നവരും പോയവരും ഇരുന്നവരും കണ്ടവരും ആമേൻ സ്തോത്രം, സ്നേഹിച്ചവരും സ്നേഹിക്കാത്തവരും ആമേൻ, പള്ളിക്കാരും വീട്ടുകാരും ബന്ധുക്കളും സഭക്കാരും സംഘടനക്കാരും ആത്മീയരും അനാത്മീയരും ജഡീകനും എല്ലാവരും എങ്ങനെയൊക്കെ കെട്ടാൻ പറ്റുമോ, എങ്ങനെയൊക്കെ പരിഹസിക്കാൻ പറ്റുമോ, എങ്ങനെയൊക്കെ ദുഷിക്കാൻ പറ്റുമോ, എങ്ങനെയൊക്കെ തീർക്കാൻ പറ്റുമോ, എങ്ങനെയൊക്കെ അപമാനിക്കാൻ പറ്റുമോ, എങ്ങനെയൊക്കെ അസ്വസ്ഥപ്പെടുത്താൻ പറ്റുമോ, ഇനി ജീവിതത്തിൽ ഇവൻ തല വെക്കരുത് എന്ന് പറഞ്ഞ് കെട്ടിയ. യോസേപ്പിനെ സഹോദരന്മാർ കെട്ടിയതുപോലെ ഒരിക്കലും ഒരു അടിമ ഉടമയാകത്തില്ല, മന്ത്രിയാകത്തില്ല. ആമേൻ, ഒന്നല്ല 2 വട്ടം. പക്ഷെ പദ്ധതി, ദൈവം കൊടുത്ത ദർശനം തക്ക സമയമായപ്പോ സൂര്യനും നക്ഷത്രങ്ങൾ ആമേൻ 11 കറ്റകൾ
അവൻ്റെ കട്ടെ നമസ്കരിക്കുന്ന കൊടുത്ത ആ ദർശനോ തക്ക സമയം വർഷം 13 കഴിഞ്ഞെങ്കിലോ ദർശനം നിറവേറാതെ പോയില്ല. ദർശനം അസാധുവായി പോയില്ല. കൃപ പ്രാപിച്ചവൻ പാപം ചെയ്യാതെ കൃപ പ്രാപിച്ചവൻ ദൈവകൃപയിൽ നിന്നതുകൊണ്ട് വർഷം 13 പോയി, ശരിയാ. പക്ഷെ ദൈവം കൊടുത്ത ദർശനോ സകലരുടെയും ഏടാകൂടങ്ങളെ തകർത്തുകൊണ്ട് എൻ്റെ ദൈവം കസാര കൊടുത്തിരുത്തിയെങ്കിൽ, എൻ്റെ ദൈവം ഇരുത്തേണ്ടടുത്ത് ഇരുത്തിയെങ്കിൽ, എൻ്റെ ദൈവം എഴുന്നേൽപ്പിക്കേണ്ടതുപോലെ എഴുന്നേൽപ്പിച്ചെങ്കിൽ, ഇന്ന് പ്രാകൽ കൃപ പ്രാപിച്ച ദൈവ പൈതലേ, നിന്റെ മേലൊരു ദർശനമുണ്ട്, നിന്റെ മേലൊരു വെളിപ്പാടുണ്ട്. ഇന്ന് പകൽ അതിനെ പുറങ്കാലുകൊണ്ട് തട്ടിക്കളയണ്ട. ഈ പ്രതികൂലങ്ങളുടെ നടുവിലും പിടിച്ചു നില്ല്. ഒരു ദിവസം നിന്നെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കോ. ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമമിട്ട് പ്രാർത്ഥിക്കാൻ പോവാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇബ്താഗ് ദൈവസന്നിധിയിൽ ഇവരെല്ലാം എഴുതിത്തള്ളിയവരും മാറ്റിയിട്ടവരും എല്ലാവരും കൂടെ കൈപിടിച്ച് ഞങ്ങളെ സഹായിക്കണം എന്ന് പറഞ്ഞ്. കാരണം ഇനി ഇബ്താഗ് വിചാരിച്ചാലേ സഹായിക്കാൻ പറ്റൂ. ആമേൻ. സകലരും വിചാരിച്ചു, പറ്റിയില്ല. സകലരും നോക്കി, നടന്നില്ല. എല്ലാവരും നോക്കി, നടന്നില്ല. ഇനി ഇബ്താഗ് നിൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. ഞാനൊരു കാര്യം പറയാം. ഇന്ന് പകൽ ഒരു ദൂത് തിളച്ച് വരുന്നത് ഇന്ന് പകൽ ഞാൻ സഭയോട് വിളിച്ചു പറയാം. നിന്നെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ, ദൈവം നിന്നെക്കുറിച്ചൊരു പദ്ധതി ഇട്ടിട്ടുണ്ടെങ്കിൽ, അതിനു മുമ്പ് എത്ര വൻപന്മാർ തല ഉയർത്തി എഴുന്നേറ്റ് വന്നാലോ, അതിനു മുമ്പ് എത്ര ശക്തന്മാർ കരം കോർത്താലോ, നിന്നെക്കുറിച്ച്, നിന്റെ തലമുറയെക്കുറിച്ച് ദൈവം ചെയ്യാനിട്ടിരിക്കുന്ന പദ്ധതി ഒരു ദുരാത്മാവിനും നാമെ തട്ടിത്തെറിപ്പിക്കാൻ പറ്റത്തില്ല. ഒരു അധികാരികൾക്കോ ഒരു ശക്തന്മാർക്കോ ദൈവം നിന്നെ കുറിച്ചിട്ടിരിക്കുന്ന പദ്ധതി, ദൈവം നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ഇട്ടിരിക്കുന്ന പദ്ധതി ഒരു ശക്തികൾക്കോ ഇന്ന് പകൽ ചെയ്യാൻ പറ്റത്തില്ല. എത്ര കരം കോർത്ത് ആരൊക്കെ എഴുന്നേറ്റാലും ഇന്ന് പകൽ നിന്റെ തലമുറയെ കുറിച്ച്, നിന്നെ കുറിച്ച് ദൈവം ഇട്ടിരിക്കുന്ന പദ്ധതിയെ എൻ്റെ ദൈവം ആരെ കൊണ്ട് ചെയ്യിപ്പിക്കത്തില്ല. അത് നിന്നെ കൊണ്ട് തന്നെ. അത് സമയമാകുമ്പോ അതിനുള്ള വഴികൾ ഒരുക്കി, അത് സമയമാകുമ്പോ അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി, അത് സമയമാകുമ്പോ അതിൻ്റെ മുഖാന്തരങ്ങൾ ഒരുക്കി എൻ്റെ ദൈവം ചെയ്തിരിക്കും. ആ കരങ്ങളെ ചേർത്തടിച്ച് കർത്താവിനൊരു മഹത്വം കൊടുത്ത്